ചാപ്റ്റർ പ്ലാന്റ് കിങ്ഡം എന്നുള്ള ചാപ്റ്ററാണ്. അതായത് +1 രണ്ടാമത്തെ ചാപ്റ്റർ, ബോട്ടണിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ. ഇതിനു മുമ്പ് നമ്മളൊരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ആ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന് ശേഷം വരുന്ന ബോട്ടണിയിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് പ്ലാന്റ് കിങ്ഡം. ആ പ്ലാന്റ് കിങ്ഡത്തിന്റെ ഈ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന് ശേഷം വരുന്നത് കൊണ്ട് തന്നെ അതിന്റെ ഇൻട്രൊഡക്ഷൻ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനുമായിട്ട് കണക്റ്റഡ് ആണ്. ഉദാഹരണത്തിന് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പഠിക്കുന്ന ക്ലാസിഫിക്കേഷൻസ് ഞാൻ ആദ്യം ഒന്ന് ലിസ്റ്റ് ചെയ്യുന്നു. അവിടെ നമ്മൾ പഠിച്ചത് അരിസ്റ്റോട്ടിലിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചിരുന്നു, ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ്ഡ് ബൈ അരിസ്റ്റോട്ടിൽ. അതേപോലെ നമ്മൾ പഠിച്ചിരുന്നു ക്ലാസിഫിക്കേഷൻ കോൾഡ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ്ഡ് ബൈ ലിനയസ്. പിന്നീട് പഠിച്ചതാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ്ഡ് ബൈ R.H. വിറ്റാക്കർ. അതിനുശേഷം പഠിച്ചതാണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ്ഡ് ബൈ കാൾ ബൂസ്. ഇത്രയും ക്ലാസിഫിക്കേഷൻ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ പഠിച്ച ചാപ്റ്ററാണ്, പഠിച്ച തിയറിയാണ്. ഈ 4 ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞിരുന്നു. ഇതിന്റെ ഡീറ്റെയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതിനുശേഷം പിന്നീട് നമ്മൾ പറഞ്ഞൊരു സെഷനാണ് നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ. നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ, ഇങ്ങനെ 2 ക്ലാസിഫിക്കേഷൻ പറഞ്ഞിരുന്നു. ഓക്കെ, നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ പറഞ്ഞത് എന്തിന്റെ ബേസിൽ, അതായത് എത്ര ക്രൈറ്റീരിയ നോക്കുന്നു. ലിമിറ്റഡ് നമ്പർ ഓഫ് ക്രൈറ്റീരിയ ആണെങ്കിൽ ആർട്ടിഫിഷ്യലും, ഒരുപാട് ക്രൈറ്റീരിയ നോക്കുന്നുണ്ടെങ്കിൽ നാച്ചുറൽ ക്ലാസിഫിക്കേഷനുമാണ്. ഇതിൽ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് നാച്ചുറൽ സിസ്റ്റമാണ്, ഒരുപാട് ക്രൈറ്റീരിയ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട്. ഇതും ആ ചാപ്റ്ററിൽ പറഞ്ഞതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആ ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു. പിന്നീട് ആ ചാപ്റ്ററിൽ നമ്മൾ ആഡ് ചെയ്തൊരു ഫാക്ടറാണ് ഈ 6 കിങ്ഡത്തിന് ശേഷം നമ്മൾ ആഡ് ചെയ്ത മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ്ഡ് ബൈ ബെന്തം ആൻഡ് ഹൂക്കർ. ജോർജ് ബെന്തം ആൻഡ് ഡാൾട്ടൺ ഹൂക്കർ. ജോർജ് ബെന്തവും ജോസഫ് ഡാൾട്ടൺ ഹൂക്കറും ചേർന്ന് പറഞ്ഞ ബെന്തമാൻ ഹൂക്കർ ക്ലാസിഫിക്കേഷൻ. ഈ ബെന്തമാൻ ഹൂക്കർ ക്ലാസിഫിക്കേഷൻ അവിടെ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നെങ്കിലും അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് ഈ ചാപ്റ്ററിലാണ്, പ്ലാന്റ് കിങ്ഡത്തിലാണ്. അപ്പൊ അവിടെ നമ്മൾ പറയാൻ കാരണം ഈ ക്ലാസിഫിക്കേഷൻ അവിടെ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നത് കൊണ്ടാണ്. ഇനി ഇത്രയുമാണ് ക്ലാസിഫിക്കേഷൻ. ഇനി ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പറഞ്ഞ R.H. വിറ്റാക്കർ പറഞ്ഞ കിങ്ഡംസ് മൊണീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചി, പ്ലാന്റേ, അനിമലിയ. അതിൽ അതേ ചാപ്റ്ററിൽ തന്നെ മൊണീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചി കംപ്ലീറ്റ് ചെയ്തിരുന്നു. പ്ലാന്റേ ആൻഡ് അനിമലിയ സെപ്പറേറ്റ് ചാപ്റ്റർ ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഈ ചാപ്റ്ററിന്റെ പേരെന്താ? പ്ലാന്റ് കിങ്ഡം. അതായത് R.H. വിറ്റാക്കർ പ്രപ്പോസ് ചെയ്ത 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലെ 4ാമത്തെ കിങ്ഡമാണ് പ്ലാന്റ് കിങ്ഡം. അതിന്റെ ഡീറ്റെയിൽ പറയാനാണ് ഈ ചാപ്റ്റർ കൂട്ടുന്നത്. അപ്പോ R.H. വിറ്റാക്കർ പറഞ്ഞ 5 കിങ്ഡത്തിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. ഇനി നമ്മൾ പഠിക്കുന്നത് വിറ്റാക്കർ പറഞ്ഞ പ്ലാന്റ് കിങ്ഡത്തെ കുറിച്ചാണെങ്കിലും ഈ പ്ലാന്റ് കിങ്ഡത്തിന്റെ ഡീറ്റെയിൽ തന്നത് ബെന്തമാൻ ഹൂക്കറാണ്. ആ ബെന്തമാൻ ഹൂക്കർ പ്ലാന്റ് കിങ്ഡത്തെ 5 ഡിവിഷൻസ് ആക്കി തിരിച്ചു. ആ ഡിവിഷൻസിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുക. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഇനി അഡീഷണലി നമ്മൾ പഠിക്കുന്ന ചില മെത്തേഡുകളുണ്ട്. അതായത് ക്ലാസിഫിക്കേഷനിൽ ഉപയോഗിക്കുന്ന പല ടാക്സോണോമിക് മെത്തേഡുകളുണ്ട്. ക്ലാസിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്രൈറ്റീരിയ അല്ലെങ്കിൽ മെത്തേഡുകളുണ്ട്. ആ മെത്തേഡാണ് അടുത്ത് പറയുന്നത്. ഇപ്പൊ ക്ലാസിഫിക്കേഷൻ ഉപയോഗിക്കുന്ന പല മെത്തേഡുകളിൽ ഓരോന്നും വിധം പറയുന്നു. ഈ ടാക്സോണോമിക്കൽ മെത്തേഡുകളിൽ ഒന്നാമത്തേതാണ് ഇപ്പോ സൈറ്റോ ടാക്സോണോമി എന്ന് പറയുന്നത്. സൈറ്റോ ടാക്സോണോമി. എന്ത് ഈ സൈറ്റോ ടാക്സോണോമി? ബേസ്ഡ് ഓൺ സൈറ്റോളജിക്കൽ ഡീറ്റെയിൽസ്. ബേസ്ഡ് ഓൺ സൈറ്റോളജിക്കൽ ഡീറ്റെയിൽസ്. സൈറ്റോളജിക്കൽ ഡീറ്റെയിൽസിന്റെ ബേസ് ആണ്. എന്ത് സൈറ്റോളജിക്കൽ എന്ന് പറഞ്ഞാൽ ഈസ് എ സെല്ലുലാർ ഡീറ്റെയിൽ. അപ്പൊ സൈറ്റോളജിക്കൽ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ സെല്ലുലാർ ഡീറ്റെയിൽ ആണ്. സെല്ലിന്റെ ഡീറ്റെയിൽ നോക്കിയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. സെല്ലുലാർ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ക്രോമസോമിന്റെ ക്രോമസോം സ്ട്രക്ചർ, ക്രോമസോം ഫംഗ്ഷൻ എക്സെട്ര. ക്രോമസോമിന്റെ സ്ട്രക്ചറും ക്രോമസോമിന്റെ ഫംഗ്ഷനും അതിന്റെ അപ്പിയറൻസും അങ്ങനെയുള്ള ഡീറ്റെയിലുകളാണ് സൈറ്റോ ടാക്സോണമിയിൽ വരിക. ഇതാണ് ഒരു മെത്തേഡ്, ക്ലാസിഫിക്കേഷൻ ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡിലേക്ക് വരുന്നു കീമോ ടാക്സോണമി. ആ പേരിൽ തന്നെയുണ്ട് കീമോ ടാക്സോണമി എന്ന് പറഞ്ഞാൽ എന്തിന്റെ ബേസിലായിരിക്കും ടാക്സോണമി? കീമോ. കീമോ എന്ന് പറഞ്ഞാൽ കെമിക്കൽ. സോ ദ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ കെമിക്കൽ, ബേസ്ഡ് ഓൺ കെമിക്കൽ കണ്ടന്റ്. അതായത് നമ്മളൊരു സെല്ലുലാർ ഡീറ്റെയിൽ, ഇപ്പോ
ക്രോമസോം നമ്പർ എന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു 10 ക്രോമസോം ഉള്ള ഒരു ഓർഗാനിസെ കിട്ടി, മറ്റൊരു ഓർഗാനിസിനും 10 ക്രോമസോം ആണെങ്കിൽ ഓൾമോസ്റ്റ് അത് രണ്ടും ഒരു കാറ്റഗറിയിൽ വരണമെന്ന് നിർബന്ധമില്ല, വരാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതൊരു ഫീച്ചറാണ്, നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതേപോലെയാണ് കെമിക്കൽസ്. ഇപ്പൊ ഒരു പ്ലാന്റിൽ നമുക്ക് ലാറ്റക്സ് കിട്ടി, മറ്റൊരു പ്ലാന്റിലും ലാറ്റക്സ് കിട്ടി. അപ്പൊ ഇത് തമ്മിലൊരു സിമിലാരിറ്റി ഉണ്ട്. ബാക്കി പ്രോപ്പർട്ടി കൂടി നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക രണ്ടും ഒരു ഫാമിലിയാണോ, ഒരു ജീനസ് ആണോ, അല്ലെങ്കിൽ ഒരു കാറ്റഗറി ആണോ എന്നൊക്കെ മനസ്സിലാക്കുക. അപ്പോ കെമിക്കൽ അല്ലെങ്കിൽ കെമിക്കലിന്റെ കോൺസെൻട്രേഷൻ, കെമിക്കലിന്റെ ടൈപ്സ്, ഇതൊക്കെ ക്ലാസിഫിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതാണ് കീമോ ടാക്സോണമി. അതേപോലെ മൂന്നാമത്തെ കേസിലേക്ക് വരുന്നു. The third one is called numerical taxonomy. മൂന്നാമത്തേത് ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് പറയും. ഈ ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ ടാക്സോണമിയിൽ ചെയ്യുക, ഇറ്റ് കൺസിഡർ ഓൾമോസ്റ്റ് ഓൾ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ്. It consider almost all morphological features. Majority morphological features കൺസിഡർ ചെയ്യും. അതായത് ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് എല്ലാം നോക്കും. ആൻഡ് ഇറ്റ് റെപ്രസെന്റ് വിത്ത് എ കോഡ്. ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു കോഡ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യും. ആൻഡ് ഇറ്റ് റെപ്രസെന്റ് വിത്ത് എ കോഡ് ഓർ നമ്പർ. ആ മോർഫോളജിക്കൽ ഫീച്ചറിന് ഒരു കോഡ് അല്ലെങ്കിൽ നമ്പർ നമ്മൾ കൊടുക്കും. ഇനി ദ ഓർഗാനിസം വിച്ച് എക്സിബിറ്റ് സെയിം ന്യൂമറിക്കൽ പാറ്റേൺ, ഒരേ ന്യൂമറിക്കൽ പാറ്റേൺ കാണിക്കുന്നതിനെ ഒരു ഗ്രൂപ്പ് ആക്കി കൺസിഡർ ചെയ്യും. ഇതാണ് ന്യൂമറിക്കൽ ടാക്സോണമി. ഇപ്പൊ ഉദാഹരണത്തിന് റൂട്ട് എന്ന് പറയുന്നതിന് നമ്മളിപ്പോ സപ്പോസ് എക്സാമ്പിൾ എടുക്കുക. റൂട്ട് ടാപ്പ് റൂട്ട് ആവാം, അതുപോലെ തന്നെ ഫൈബ്രസ് റൂട്ട് ആവാം. ഇത് രണ്ടും കാണിക്കുന്ന പ്ലാന്റിൽ അഡ്വന്റീഷ്യസ് കാണാം. ഇതൊക്കെ എന്താണെന്ന് നമ്മൾ മോർഫോളജിയിൽ പഠിക്കും. ഓർമ്മയുണ്ടാവും വിശ്വസിക്കുന്നു. ടാപ്പ് റൂട്ട് എന്ന് പറഞ്ഞാൽ മെയിൻ ആക്സിസ് ഉണ്ടാവും, ഫൈബ്രസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആക്സിസ് ഉണ്ടാവില്ല, അഡ്വന്റീഷ്യസ് എവിടുന്ന് വേണമെങ്കിൽ പറയും ചെയ്യാം. ഇപ്പോ ടാപ്പ് റൂട്ട് ഒരു പ്ലാന്റിൽ ഉണ്ടെങ്കിൽ 1 എന്ന് കോഡ് കൊടുത്തു, ഫൈബ്രസ് ആണെങ്കിൽ 2 എന്ന് കോഡ് കൊടുത്തു, അഡ്വന്റീഷ്യസ് ആണെങ്കിൽ 3 എന്ന് കോഡ് കൊടുത്തു. ഇതൊരു ന്യൂമറിക്കൽ പാറ്റേൺ ആണ്. അതേപോലെ ഇപ്പൊ നമ്മൾ ലീഫ് എടുക്കുക. ലീഫ് എന്ന് പറയുന്നത് എടുത്ത് നോക്കിയാൽ അത് സിമ്പിൾ ആവാം, അല്ലെങ്കിൽ കോമ്പൗണ്ട് ആവാം. ഇനി കോമ്പൗണ്ട് ആണെങ്കിൽ തന്നെ എന്തായി, പിന്നേറ്റ്ലി കോമ്പൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ പാമേറ്റ്ലി കോമ്പൗണ്ട് ആയിരിക്കാം. പിന്നേറ്റ്ലി അല്ലെങ്കിൽ പാമേറ്റ്ലി. അപ്പോ വീണ്ടും നമ്മൾ പറയുന്നു സിമ്പിൾ ലീഫ് ആണെങ്കിൽ നമ്മൾ 4 എന്ന് നമ്പർ കൊടുത്തു, കോമ്പൗണ്ട് ആണെങ്കിൽ 5 എന്ന് നമ്പർ കൊടുത്തു, അതിൽ പിന്നേറ്റ്ലി ആണെങ്കിൽ 6 എന്ന് കൊടുത്തു, പാമേറ്റ്ലി ആണെങ്കിൽ 7 എന്ന് കൊടുത്തു. ഇങ്ങനെ ഓരോ ക്യാരക്ടറിനും ഓരോ നമ്പർ കൊടുക്കും. ഇനി നമ്മളിവിടെ 2 പ്ലാന്റ് എടുത്തു, പ്ലാന്റ് എ ആൻഡ് പ്ലാന്റ് ബി. ഒരെണ്ണം കൂടി എടുക്കാം, എ ബി ആൻഡ് സി. ഇങ്ങനെ 3 പ്ലാന്റ് എടുത്തു എന്ന് വിചാരിക്കാം. എയിൽ 1 ഫൈബ്രസ് റൂട്ട് ടാപ്പ് റൂട്ട് ആണ്, ബിയിൽ ഫൈബ്രസ് റൂട്ട് ആണ്, സിയിലും ടാപ്പ് റൂട്ട് ആണ്. എയില് അഡ്വന്റീഷ്യസ് റൂട്ട് പ്രസന്റ് ആണ്, ബിയിലും പ്രസന്റ് ആണ്, സിയിലും പ്രസന്റ് ആണ്. എയില് സിമ്പിൾ ലീഫാണ്, ഇവിടെ കോമ്പൗണ്ട് ലീഫാണ്, ഇവിടെയും സിമ്പിൾ ലീഫാണ്. കോമ്പൗണ്ട് ലീഫിൽ അത് പാമേറ്റ്ലി കോമ്പൗണ്ട് ആണ്. ഇനി ന്യൂമറിക്കൽ പാറ്റേൺ നോക്കുക. എയ്ക്കും സിക്കും ഏകദേശം ഒരേ ന്യൂമറിക്കൽ പാറ്റേൺ ആണ്, 1, 3, 4. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ മോർഫോളജിക്കൽ ക്യാരക്ടർ നമ്മൾ കൺസിഡർ ചെയ്ത അത്രയും ഫീച്ചേഴ്സ് സെയിം ആണെന്നാണ് അർത്ഥം. അപ്പൊ ഇത് ഇങ്ങനെയല്ല നോക്കുക, 100 കണക്കിന് ക്യാരക്ടർ നോക്കി. ഇവിടെ നമ്മളിപ്പോ വളരെ ക്യാരക്ടർ, ഇപ്പൊ റൂട്ടും ലീഫും, അതിൽ ലീഫിലെ വീനേഷൻ നോക്കിയിട്ടില്ല, ഫിലോടാക്സി നോക്കിയിട്ടില്ല, നോഡ് അല്ലെങ്കിൽ പിറ്റോളിന്റെ ഡീറ്റെയിൽ നോക്കിയിട്ടില്ല, ഇങ്ങനെ ഒന്നും നോക്കിയിട്ടില്ല. നമ്മൾ വളരെ തുച്ഛമായ ഒരു 7 ക്യാരക്ടർ എടുത്തുള്ളൂ. ഇങ്ങനെ 100 കണക്കിന് ക്യാരക്ടർ എടുത്ത് നോക്കുക. ആ 100 കണക്കിന് ക്യാരക്ടർ എടുത്ത് നോക്കുമ്പോൾ മജോറിറ്റി ക്യാരക്ടറും അല്ലെങ്കിൽ 100 ക്യാരക്ടറും എക്സാക്ട് സിമിലർ ആയിട്ട് വന്നാൽ ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ്. അതിന്റെ ക്യാരക്ടറിന്റെ എണ്ണം കുറഞ്ഞു തുടങ്ങും തോറും ഡിഫറെന്റ് സ്പീഷീസ് ആവാം, ഡിഫറെന്റ് ജീനസ് ആവാം, ഡിഫറെന്റ് ഫാമിലി ആവാം, അങ്ങനെ പോകും. അപ്പൊ ന്യൂമറിക്കൽ പാറ്റേൺ നോക്കിയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ന്യൂമറിക്കൽ ടാക്സോണമി. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി 4ാമത്തെ കാറ്റഗറിയിലേക്ക് വരുന്നു. 4ാമത്തേത് ഫൈലോജെനറ്റിക് സിസ്റ്റം എന്ന് പറയും. ഫൈലോജെനറ്റിക് സിസ്റ്റം. എന്നാൽ ഫൈലോജെനറ്റിക് ക്ലാസിഫിക്കേഷൻ സിമ്പിൾ ആണ്. ഫൈലോജെനറ്റിക് സിസ്റ്റം അല്ലെങ്കിൽ ഫൈലോജെനറ്റിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഇവല്യൂഷണറി ഹിസ്റ്ററി. ഇവല്യൂഷണറി ഹിസ്റ്ററി എന്ന് പറയും. ഇവല്യൂഷന്റെ ബേസിലാണ്. അതായത് ഇവല്യൂഷന്റെ ബേസ് നോക്കുന്നു, ആദ്യം ഫോം ചെയ്ത ഓർഗാനിസം ഏതാണ്, അതിനുശേഷം ഉണ്ടായ ഓർഗാനിസം ഏതാണ്, അങ്ങനെ ഇവല്യൂഷൻ നോക്കും. അപ്പൊ നമ്മൾ ഇവല്യൂഷൻ നോക്കുമ്പോൾ ഇപ്പൊ ഒരു ഓർഗാനിസം അക്വാട്ടിക് ആണ്, മറ്റൊന്ന് ടെറസ്ട്രിയൽ ആണ്. ഇവല്യൂഷൻ വൈസ് നോക്കിയാൽ ടെറസ്ട്രിയൽ ആണ് അഡ്വാൻസ്ഡ്. അപ്പൊ അക്വാട്ടിക്കിന്റെ ഒപ്പം ടെറസ്ട്രിയൽ വരാനുള്ള സാധ്യത കുറവാണ്. അക്വാട്ടിക് ഓർഗാനിസം പ്രിമിറ്റീവ് ആണ്, ടെറസ്ട്രിയൽ ഓർഗാനിസം അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ അക്വാട്ടിക് ഓർഗാനിസം വരുന്ന അതേ കാറ്റഗറിയിൽ ടെറസ്ട്രിയൽ വരാനുള്ള സാധ്യത കുറവാണ്, ഇല്ല എന്ന് പറയുന്നില്ല, കുറവാണ്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഇവല്യൂഷണറി ഹിസ്റ്ററി കൂടി നോക്കും. അതിനെയാണ് നമ്മൾ ഇന്ന് വിളിച്ചത് ഫൈലോജെനറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്റർ ടെക്സ്റ്റ് നിങ്ങൾ വായിച്ചു തുടങ്ങുമ്പോൾ അറിയാം. പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഓൾമോസ്റ്റ് അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്.
അതായത് ഞാൻ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി അതിന്റെ ഒരു ഔട്ട്ലൈൻ ഓർമ്മിപ്പിക്കുന്നു. ആദ്യം നമ്മൾ അതിന്റെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ പറയും. ആ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് എന്ത് പറയുക? ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അരിസ്റ്റോട്ടലിന്റെ ക്ലാസിഫിക്കേഷൻ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അതേപോലെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ്ഡ് ബൈ കാൾ വൂസ്, ദെൻ ബെന്തമാൻ ഹുക്കറിന്റെ ക്ലാസിഫിക്കേഷൻ. ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ പറയും. അത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞു. പിന്നീട് ആർട്ടിഫിഷ്യൽ ആൻഡ് നാച്ചുറൽ സിസ്റ്റം, അതും ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞതാണ്. അതിനുശേഷമാണ് ഇങ്ങനെയുള്ള ടാക്സോണമിക്കൽ മെത്തേഡുകൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ഉള്ളത്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടുത്തെ ഒരു ക്ലാസിഫിക്കേഷൻ കൂടി നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത് വിറ്റാക്കറിന്റെ ക്ലാസിഫിക്കേഷനിലെ പ്ലാൻ കിങ്ഡം എന്നുള്ള ഫീച്ചർ മാത്രം എടുത്തിട്ടുള്ളൂ. ബട്ട് ആ ക്ലാസിഫിക്കേഷൻ ആരുടേതാണ്? RH വിറ്റാക്കർ പറഞ്ഞ പ്ലാൻ കിങ്ഡം എന്ന് പറയുന്ന കിങ്ഡത്തെ നമ്മൾ ഇൻ ഡീറ്റെയിൽ പഠിക്കുന്നു. ഇൻ ഡീറ്റെയിൽ പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് വിറ്റാക്കറിന്റെ ക്ലാസിഫിക്കേഷൻ അല്ല, ബെന്തമാൻ ഹുക്കറിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ ബെന്തമാൻ ഹുക്കറിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിലേക്ക് വരാം. ഇപ്പൊ ജോർജ് ബെന്തമാന്റെ ജോസഫ് ഡാൾട്ടൺ ഹുക്കർ നോക്കാം. ജോർജ് ബെന്തവും ജോസഫ് ഡാൾട്ടൺ ഹുക്കറും ചേർന്ന് എക്സ്പ്ലെയിൻ ചെയ്ത ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പഠിക്കുക. അതിൽ അവർ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേ ക്ലാസിഫൈഡ് ദ പ്ലാൻ കിങ്ഡം. അവര് പ്ലാന്റ് കിങ്ഡത്തെ ക്ലാസിഫൈ ചെയ്തു. ദേ ക്ലാസിഫൈഡ് ദ പ്ലാൻ കിങ്ഡം ഇൻടു, പ്ലാൻ കിങ്ഡത്തെ 5 ഡിവിഷൻസ് ആക്കി. ക്ലാസിഫൈഡ് ദ പ്ലാൻ കിങ്ഡം ഇൻടു 5 ഡിവിഷൻസ്. 5 ഡിവിഷൻസ് ആക്കി കൊണ്ടുവന്നു. ഏതൊക്കെയാണ് ഡിവിഷൻസ് എന്ന് പറയുന്നു? ഒന്നാമത്തേത് ആൽഗി. So division number 1 is called algae. Division number 2 is called bryophyte. Third one is called pteridophyte. Fourth one is called gymnosperms. And the last one is called angiosperms. ഇങ്ങനെ 5 ഡിവിഷൻസ് ആണ്. നമ്മൾ ഇതിൽ ചെയ്യേണ്ടത്, ഇതിൽ ഓരോ ഡിവിഷനും എക്സ്പ്ലെയിൻ ചെയ്യും. ആൽഗി, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്, ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും. ആദ്യം നമ്മൾ ആൽഗി പറയും, പിന്നീട് ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം. ആൻജിയോസ്പേം എന്നുള്ളതിന്റെ ഒരു ഔട്ട്ലൈൻ മാത്രമേ പറയൂ, ഫുൾ ഡീറ്റെയിൽ പറയില്ല. എന്തുകൊണ്ട് ഔട്ട്ലൈൻ പറയുന്നു എന്ന് ചോദിച്ചാൽ, അടുത്ത ചാപ്റ്റർ ഈ ആൻജിയോസ്പേമിന്റെ മോർഫോളജിയാണ്. അത് നമുക്ക് വേറെ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അതിനുശേഷം അതിന്റെ അനാട്ടമിയാണ്, അതും വേറെ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. പിന്നീട് നമുക്ക് പഠിക്കേണ്ടത് അതിന്റെ റീപ്രൊഡക്ഷൻ ആണ്, അത് നമ്മൾ സെക്കൻഡ് ഇയറിൽ പഠിക്കും. ഇങ്ങനെ ആൻജിയോസ്പേംസിന്റെ ഒരു ഫുൾ ഡീറ്റെയിൽ, അതായത് മോർഫോളജി ഓഫ് ആൻജിയോസ്പേംസ്, അനാട്ടമി ഓഫ് ആൻജിയോസ്പേംസ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻജിയോസ്പേംസ്, ഇങ്ങനെ പല കാറ്റഗറി ആയിട്ട് നമ്മൾ പല ചാപ്റ്ററിൽ പഠിക്കും. അപ്പൊ 3ഓളം ചാപ്റ്ററുകൾ ഇതിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. അതുകൊണ്ട് ആൻജിയോസ്പേംസിന്റെ ഒരു വൈഡ് അല്ലെങ്കിൽ ഒരു വൈഡ് ഡീറ്റെയിൽ നമ്മൾ ഇവിടെ പറയാറില്ല. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രം പറഞ്ഞ് അത് സമറൈസ് ചെയ്യും. പിന്നീട് അടുത്ത ചാപ്റ്ററിലേക്കും വരും. അപ്പൊ 4 ഡിവിഷൻസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്, ആൽഗയിൽ തുടങ്ങി ജിംനോസ്പേംസ് വരെ. ആൻജിയോസ്പേംസിന്റെ ഔട്ട്ലൈൻ പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ 5 ഡിവിഷൻസ് പറയുന്നുണ്ട്. അപ്പൊ അതിൽ ആദ്യത്തെ ടൈറ്റിൽ ഏതാണ്? ആൽഗി. അപ്പൊ ഇനി നമ്മൾ പറയേണ്ടത് ആൽഗെ എന്ന് പറയുന്ന ടൈറ്റിലേക്കാണ്. ഓക്കെ, ഇതിൽ ആൽഗെ എന്ന് പറയുന്നതിലേക്ക് വരുന്നു. ആൽഗയുടെ ഫസ്റ്റ് പോയിന്റ്, ദ പ്ലാന്റ് ബോഡി ഈസ് താലസ്. ആൽഗയുടെ ഫസ്റ്റ് പോയിന്റ്, ദ പ്ലാന്റ് ബോഡി ഈസ് താലസ്. പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് താലസ് ആണ്. എന്ത് ഈ താലസ് എന്ന് പറഞ്ഞാൽ? അൺഡിഫറൻഷിയേറ്റഡ് ബോഡി എന്നാ പറയാ. അൺഡിഫറൻഷിയേറ്റഡ് ബോഡി. എന്ത് ഈ അൺഡിഫറൻഷിയേറ്റഡ് ബോഡി എന്ന് പറഞ്ഞാൽ? സാധാരണ ഒരു ഡിഫറൻഷിയേറ്റഡ് ബോഡി നമ്മൾ എടുത്താൽ അതിൽ എന്തൊക്കെ ഉണ്ടാവും? ഇറ്റ് കണ്ടെയ്ൻ റൂട്ട്, സ്റ്റെം, ലീഫ് എക്സെട്ര. ഇതാണ് ഡിഫറൻഷിയേറ്റഡ് ബോഡി. നിങ്ങൾക്കൊരു ആൽഗയിൽ റൂട്ട് അല്ലെങ്കിൽ സ്റ്റെം, ലീഫ് ഒന്നും കാണാൻ പറ്റില്ല. ഡിഫറൻഷിയേറ്റഡ് ബോഡി ആണെങ്കിൽ ഇത് 3ഉം കാണുമായിരുന്നു. അൺഡിഫറൻഷിയേറ്റഡ് ബോഡി ആണെങ്കിൽ ഇതൊന്നും കാണില്ല. എല്ലാ പാർട്ടും ഒരുപോലെ ഇരിക്കും. അതാണ് അൺഡിഫറൻഷിയേറ്റഡ് ബോഡി. ആ അൺഡിഫറൻഷിയേറ്റഡ് പ്ലാന്റ് ബോഡിയെ ടെക്നിക്കലി വിളിക്കുന്ന പേരാണ് എന്ത്? താലസ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞു, ദ പ്ലാന്റ് ബോഡി ഈസ് താലസ്. ക്ലിയർ? രണ്ടാമത്തെ പോയിന്റ് പറയുന്നു, ഇറ്റ് ഈസ് മെയിൻലി അക്വാട്ടിക്. ഇത് മെയിൻലി അക്വാട്ടിക് ആണ്. അക്വാട്ടിക് എന്ന് പറഞ്ഞാൽ വെള്ളത്തിലേക്ക് കാണും. അത് എവിടെ കാണാം? മറൈൻ, സോൾട്ട് വാട്ടറിൽ കാണാം, ഓർ ഫ്രഷ് വാട്ടർ, മറൈനിൽ കണ്ടീഷനിലും കാണാം, അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ കണ്ടീഷനിലും കാണാം. അക്വാട്ടിക് ആണ് മെയിൻ ആയിട്ട്. ടെറസ്ട്രിയൽ ഇല്ല എന്നല്ല, മെയിൻലി അക്വാട്ടിക്. അതിൽ തന്നെ മറൈൻ അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ ഏത് ഫോമിലും കാണാം. ഇനി അതിന്റെ എക്സെപ്ഷണൽ കേസിലേക്ക് വരുന്നു. മെയിൻലി അക്വാട്ടിക് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഓൺലി അക്വാട്ടിക് എന്ന് പറഞ്ഞിട്ടില്ല. ഈ അക്വാട്ടിക് ഹാബിറ്റാറ്റ് അല്ലാതെ എവിടെ കാണാം? ഇറ്റ് സംടൈംസ് പ്രസന്റ് ഓൺ ദ ബോഡി ഓഫ് അനിമൽ. ചില കാറ്റഗറിയിൽ അനിമലിന്റെ സ്ലോത്ത് ബിയർ പോലുള്ള ഓർഗാനിസിന്റെ ബോഡിയിൽ കാണപ്പെടും. ചില കേസിൽ മാത്രം സ്ലോത്ത് ബിയർ പോലുള്ള ഓർഗാനിസിന്റെ ബോഡിയിൽ
ഈ ആൽഗെ കാണപ്പെടും. അതാണ് പറഞ്ഞത് ഓൺ ദ ബോഡി ഓഫ് അനിമലിന്റെ ബോഡിയിൽ കാണപ്പെടാം, അല്ലെങ്കിൽ പ്രസന്റ് ഇൻ ലൈക്കൻ, ലൈക്കനിൽ കാണപ്പെടാം. ലൈക്കൻ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലൈക്കൻ എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫംഗസ്. ആൽഗയും ഫംഗസും തമ്മിലുള്ള മ്യൂച്വൽ അസോസിയേഷൻ ആണ് ലൈക്കൻ. അപ്പൊ ലൈക്കനിൽ കാണപ്പെടാം. അപ്പോ അനിമലിന്റെ ബോഡിയിൽ കാണപ്പെടാം, ലൈക്കൻ പോലുള്ള കേസിൽ കാണപ്പെടാം. ഇങ്ങനെ പല ഹാബിറ്റാറ്റിലും എന്ത് കാണാം? ഈ ആൽഗെ കാണാം. ഓക്കെ, അപ്പൊ അതെവിടെയൊക്കെ കാണുന്നു എന്ന് പറഞ്ഞു. ഇനി അടുത്തത് അതിന്റെ സൈസാണ്. ആൽഗെ എന്ന് പറയുന്നതിന്റെ സൈസിലേക്ക് വരുന്നു. ഈ സൈസ് നമ്മൾ നോക്കിയാൽ പല സൈസിൽ പല റേഞ്ചിലുണ്ടാവും. അതിൽ വരുന്നതാണ് മൈക്രോസ്കോപ്പിക് ആയിരിക്കുന്ന, മൈക്രോസ്കോപ്പിക് അല്ലെങ്കിൽ യൂണിസെല്ലുലാർ എന്ന് പറയും. ഒറ്റ സെല്ലുള്ളൂ, അതുകൊണ്ട് മൈക്രോസ്കോപ്പിക് ആയത്. യൂണിസെല്ലുലാർ ആയിരിക്കുന്ന ക്ലാമിഡോമോണാസ് ഉണ്ട്. ക്ലാമിഡോമോണാസ്, യൂണിസെല്ലുലാർ ആയിരിക്കുന്ന ക്ലാമിഡോമോണാസ്. അതേപോലെ കോളനി ആയിട്ട് കാണപ്പെടുന്ന, കൊളോണിയൽ ആയിരിക്കുന്ന വോൾവോക്സ്. ഫിലമെന്റസ് ആയിട്ട് കാണപ്പെടുന്ന യുളോത്രിക്സ് അല്ലെങ്കിൽ സ്പൈറോഗീറ. ഓക്കെ, ഇതൊക്കെ ഫിലമെന്റസ് ആണ്. അല്ലെങ്കിൽ ഹ്യൂജ് ബോഡി, ലാർജ് മാസീവ് ബോഡി കാണിക്കുന്ന കെൽപ്പ്. ഇതൊക്കെയാണ് ഇതിന്റെ സൈസ്. അപ്പൊ ആൽഗയുടെ സൈസ് നോക്കുക. മൈക്രോസ്കോപ്പിക്കിൽ തുടങ്ങി 100 മീറ്റർ ഹൈറ്റ് വരെ വളരുന്ന കെൽപ്പ് വരെ ഉണ്ട്. അത്രയും റേഞ്ചിലുണ്ടാവും. ഒറ്റ സെല്ലിൽ തുടങ്ങി മൾട്ടി സെല്ലാർ 100 മീറ്റർ ഹൈറ്റ് വരെ പോകുന്ന കെൽപ്പ് വരെ എത്തുന്നതാണ് ഇതിന്റെ സൈസ് റേഞ്ച്. അപ്പോ പ്ലാൻ ബോഡി പറഞ്ഞു, അപ്പോ അല്ലെങ്കിൽ അതിന്റെ ഹാബിറ്റാറ്റ് പറഞ്ഞു, അതിന്റെ സൈസ് പറഞ്ഞു. ക്ലിയർ അല്ലേ? അപ്പൊ അടുത്തേക്ക് വരാം. ഇനി ഇതിന്റെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് പറയുന്നു. സോ നെക്സ്റ്റ് അതിന്റെ റീപ്രൊഡക്ഷൻ ആണ്. ജനറൽ ക്യാരക്ടേഴ്സ് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ആ വീഡിയോ പോസ് ചെയ്തിട്ട് ആ പോസ്റ്റ് എഴുതിയെടുക്കാൻ പറ്റും. ഓക്കെ, റീപ്രൊഡക്ഷനിലേക്ക് വരുന്നു. റീപ്രൊഡക്ഷൻ ആൽഗയിൽ 3 രീതിയിൽ നടക്കാം. റീപ്രൊഡക്ഷൻ നടക്കുക, ഒന്ന് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയും. രണ്ടാമത്തേത് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയും. മൂന്നാമത്തേത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയും. അങ്ങനെ 3 രീതിയിൽ റീപ്രൊഡക്ഷൻ നടക്കാം. അതിൽ ഓരോന്ന് വിധം കൺസിഡർ ചെയ്താൽ ഈ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എങ്ങനെ നടക്കുക? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ത്രൂ ഫ്രാഗ്മെന്റേഷൻ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കേണ്ടത് പ്ലാൻ ബോഡിയുടെ ഫ്രാഗ്മെന്റേഷൻ വഴിയാണ്. അതായത് ഫിലമെന്റസ് ആയിരുന്ന ബോഡി സ്പ്ലിറ്റ് ചെയ്ത് പല ഫ്രാഗ്മെന്റ് ആവുക. ആ ഫിലമെന്റസ് ബോഡി സ്പ്ലിറ്റ് ചെയ്ത് പല ഫ്രാഗ്മെന്റ് ആവുന്നു. ആ ഫ്രാഗ്മെന്റുകൾ പുതിയ ഓർഗാനിസം ആയിട്ട് മാറുന്നു. അതാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. ഇനി അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എങ്ങനെ നടക്കുക? അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ത്രൂ സ്പോർസ്. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ സ്പോർ വഴിയാണ്. ഏതൊക്കെയാണ് അവിടുത്തെ സ്പോർസ്? ഒന്ന് മോട്ടൈൽ ആയിരിക്കുന്ന, അതായത് ഫ്ലജലേറ്റഡ് ആയിരിക്കുന്ന സൂസ്പോർ എന്ന് പറയും. ഇത് നമ്മൾ ഫംഗസിലും പഠിക്കുന്നതാണ്. മോട്ടൈൽ ആയിരിക്കുന്ന സൂസ്പോർ വഴി നടക്കാം, അല്ലെങ്കിൽ നോൺ മോട്ടൈൽ ആയിരിക്കുന്ന അപ്ലാനോസ്പോർ വഴിയും നടക്കാം. അപ്പൊ മോട്ടൈൽ സൂസ്പോർ വഴിയോ നോൺ മോട്ടൈൽ അപ്ലാനോസ്പോർ വഴിയോ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കാം. ഇനി മൂന്നാമത്തെ കേസ്, ഇമ്പോർട്ടന്റ് ഫാക്ടർ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഇനിയുള്ളത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണെങ്കിലും ഓൺലി ത്രൂ ദ ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്. ഗമീറ്റ്സിന്റെ ഫ്യൂഷൻ വഴിയാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുക. അതായത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ എന്ത് നടക്കണം? ഗമീറ്റുകളിൽ ഫ്യൂസ് ചെയ്യണം. അതായത് നമ്മൾ അതിനെ സിൻഗമി എന്നാ പറയുക. ഗമീറ്റിന്റെ ഫ്യൂഷൻ ആണ് നടക്കേണ്ടത്. ആ ഗമീറ്റിന്റെ ഫ്യൂഷൻ എങ്ങനെയൊക്കെ നടക്കാം? ഗമീറ്റിന്റെ ഫ്യൂഷൻ 3 രീതിയിൽ നടക്കാം. ഒന്ന് ഐസോഗമി എന്ന് പറയും. രണ്ടാമത്തേത് അനൈസോഗമി എന്ന് പറയും. 3 രീതിയിലാണ് ഇത് നടക്കുക. ഐസോഗമി ആവാം, അനൈസോഗമി ആവാം, അതും അല്ലെങ്കിൽ ഊഗമി ആവാം. ഇങ്ങനെ 3 ടൈപ്പ് ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. ഐസോഗമി, അനൈസോഗമി ആൻഡ് ഊഗമി. അതിൽ ഈ ഐസോഗമി കേസ് എടുക്കാം. ഐസോഗമി എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ് ഈസ് എ ഫ്യൂഷൻ ബിറ്റ്വീൻ, എന്താണ്? ഫ്യൂഷൻ ബിറ്റ്വീൻ ഐഡന്റിക്കൽ ഗമീറ്റ്സ്. ഒരേപോലെ ഇരിക്കുന്ന ഗമീറ്റുകളുടെ ഫ്യൂഷനാണ് ഐസോഗമി. ഐഡന്റിക്കൽ ഗമീറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതൊരു ഗമീറ്റ് ആണെങ്കിൽ രണ്ടാമത്തെ ഗമീറ്റ് ഇവിടെയുണ്ട്. രണ്ടിനും ഒരേ സൈസ്, ഒരേ അപ്പിയറൻസ്. ഇനി സപ്പോസ് ഇത് മോട്ടൈൽ ആണെന്ന് കരുതുക, ഇതും മോട്ടൈൽ ആയിരിക്കണം, അപ്പോഴേ ഐസോഗമി ആവുന്നുള്ളൂ. അപ്പോ ഇങ്ങനെ നടക്കാം, 2 മോട്ടൈൽ ഗമീറ്റ് വഴി നടക്കാം. അതല്ലെങ്കിൽ രണ്ടാമത്തെ കേസ് നോക്കുക, ഇതൊരു ഗമീറ്റ് ആണ്, ഇത് രണ്ടാമത്തെ ഗമീറ്റ് ആണ്, രണ്ടും നോൺ മോട്ടൈൽ ആയിരിക്കണം. ഐസോഗമി എന്ന് പറഞ്ഞാൽ ഒരേപോലെ ആവണം. ഒന്ന് മോട്ടൈൽ ഒന്ന് നോൺ മോട്ടൈൽ കേസ് ഇല്ല. സൈസും അപ്പിയറൻസും ഒക്കറൻസും ഒക്കെ സെയിം ആയിരിക്കണം. അപ്പൊ ഐസോഗമിയിൽ തന്നെ വീണ്ടും 2 ഓപ്ഷനാണ്. ഐസോഗമിയിൽ മോട്ടൈൽ ഗമീറ്റ് വഴിയോ നോൺ മോട്ടൈൽ വഴിയോ നടക്കാം. അപ്പൊ ഐസോഗമി എന്താ? ദ ഫ്യൂഷൻ ബിറ്റ്വീൻ
2 identical gametes. അതിൽ ബോത്ത് ആർ മോട്ടൈൽ, രണ്ടും മോട്ടൈലാണ്. എവിടെയാ? ഇൻ ക്ലാമിഡോമോണാസ്. ബോത്ത് ആർ മോട്ടൈൽ ഇൻ ക്ലാമിഡോമോണാസ്. ക്ലാമിഡോമോണാസിൽ രണ്ടും മോട്ടൈലാണ്. ആൻഡ് ഒരു എക്സാമ്പിൾ കൂടി പറയും ക്ലാമിഡോമോണാസ് കൂടാതെ യൂറോത്രിക്സ്. ചില ടെക്സ്റ്റുകളിൽ ക്ലാമിഡോമോണാസ് മാത്രമാണുള്ളത്, ചില ടെക്സ്റ്റുകളിൽ യൂറോത്രിക്സ് മാത്രമാണുള്ളത്. അതുകൊണ്ട് ആ രണ്ട് ടെക്സ്റ്റ് കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ രണ്ട് എക്സാമ്പിൾ പറഞ്ഞത്. രണ്ടും പഠിച്ചു വയ്ക്കുക. ക്ലാമിഡോമോണാസ് വഴിയും യൂറോത്രിക്സ് വഴിയും ഐസോഗമി നടക്കാം. ഇനി ഐസോഗമി വിത്ത് നോൺ മോട്ടൈൽ ഗമീറ്റ്, ഈ രണ്ട് നോൺ മോട്ടൈൽ ഗമീറ്റ് വഴിയാണ് ഫ്യൂഷൻ നടക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഇൻ സ്പൈറോഗിയറ. അതിൽ വ്യത്യാസമില്ല, എല്ലാ ടെക്സ്റ്റിലും അത് സ്പൈറോഗിയറ തന്നെയാണ്. അപ്പോൾ ഐസോഗമി വിത്ത് നോൺ മോട്ടൈൽ ഗമീറ്റ്സ് ആർ പ്രസന്റ് ഇൻ സ്പൈറോഗിയറ ആൻഡ് വിത്ത് മോട്ടൈൽ ഗമീറ്റ്സ് ആർ പ്രസന്റ് ഇൻ ക്ലാമിഡോമോണാസ് ആൻഡ് യൂറോത്രിക്സ്. ഐസോഗമി കഴിഞ്ഞു. ഇനി അനൈസോഗമിയിലേക്ക് വരുന്നു. ഐസോഗമി എന്ന് പറയുന്നത് ഫ്യൂഷൻ ബിറ്റ്വീൻ ഐഡന്റിക്കൽ ഗമീറ്റ് ആണെങ്കിൽ, ഇവിടെ ഫ്യൂഷൻ ബിറ്റ്വീൻ നോൺ ഐഡന്റിക്കൽ ഗമീറ്റ്. നോൺ ഐഡന്റിക്കൽ ആയിരിക്കുന്ന ഗമീറ്റ് വഴിയാണ് അനൈസോഗമി നടക്കുക. ഉദാഹരണത്തിന് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു ഗമീറ്റ് ആണ്, ഇത് രണ്ടാമത്തെ ഗമീറ്റ് ആണ്. ഇതിനെ ഐസോഗമി എന്നാണ് വിളിക്കേണ്ടത്. അതിലൊന്ന് മോട്ടൈലായി എന്ന് വിചാരിക്കുക, ഇപ്പൊ അനൈസോഗമിയായി. അപ്പൊ സൈസിലോ അപ്പിയറൻസിലോ എന്തിലെങ്കിലും വ്യത്യാസം മതി. ഇപ്പൊ ഇത് വലുത്, ഇത് ചെറുത് മതി. രണ്ടിന്റെ സൈസ് അൺഈക്വൽ ആവുകയോ അപ്പിയറൻസ് അൺഈക്വൽ ആവുകയോ എന്തെങ്കിലും ഒരു ഡിഫറൻസ് വന്നാൽ അത് പിന്നെ എന്താണ്? അനൈസോഗമിയാണ്. ഓക്കെ, അപ്പൊ അനൈസോഗമി പ്രസന്റ്. അനൈസോഗമി കാണേണ്ടത് എവിടെയാണ്? സം സ്പീഷീസ് ഓഫ് ക്ലാമിഡോമോണാസ്. സം സ്പീഷീസ് ഓഫ് ക്ലാമിഡോമോണാസ്. ക്ലാമിഡോമോണാസിന്റെ കാര്യത്തിൽ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, ക്ലാമിഡോമോണാസിൽ നടക്കേണ്ടത് ഏതാ? ഐസോഗമിയാണ്. ചില സ്പീഷീസുകൾ അനൈസോഗമി നടക്കും. ഒരു എക്സാമ്പിൾ, രണ്ടാമത്തെ എക്സാമ്പിൾ യൂഡോറിന. രണ്ടാമത്തെ എക്സാമ്പിൾ യൂഡോറിന. ചില ടെക്സ്റ്റുകൾ നോക്കിയാൽ ചില ടെക്സ്റ്റുകളിൽ സം സ്പീഷീസ് ഓഫ് ക്ലാമിഡോമോണാസ് ആണ് എക്സാമ്പിൾ, ചില ടെക്സ്റ്റുകളിൽ യൂഡോറിനയാണ് എക്സാമ്പിൾ. അതിൽ തന്നെ തിരിട്ടുണ്ട്. ചില ടെക്സ്റ്റുകളിൽ യൂഡോറിനയുടെ സ്പെല്ലിംഗിൽ യുവിലാണ് സ്റ്റാർട്ട് ചെയ്യുക, അല്ല ഇയുവിലാണ് വരുന്നത്. അങ്ങനെയും ടെക്സ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് എക്സാമ്പിൾ. അപ്പൊ അനൈസോഗമി എന്താണെന്ന് പറഞ്ഞു. ഇനിയുള്ളത് ഊഗമി എന്ന് പറയുന്ന കേസിലേക്ക് വരും. മൂന്നാമത്തെ കേസാണ്. ഇപ്പൊ അനൈസോഗമി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനി ഊഗമിയിലേക്ക് വരുന്നു. ഇറ്റ് ഈസ് എ ഫ്യൂഷൻ ബിറ്റ്വീൻ, യൂഗമിയിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ഈസ് എ ഫ്യൂഷൻ ബിറ്റ്വീൻ സ്മോളർ മോട്ടൈൽ മെയിൽ ഗമീറ്റ്. ഇങ്ങനെ എഴുതിയാൽ തന്നെ അതിന്റെ ഡീറ്റെയിൽ എല്ലാമായി. ചെറുതാണ്, മോട്ടൈലാണ്, ഫ്ലജലം ഉണ്ട്. ഇറ്റ് ഈസ് എ ഫ്യൂഷൻ ബിറ്റ്വീൻ സ്മോളർ മോട്ടൈൽ മെയിൽ ഗമീറ്റ് വിത്ത് ലാർജ് നോൺ മോട്ടൈൽ ഫീമെയിൽ ഗമീറ്റ്. ഇത് ഊഗമിയാണ്. അപ്പൊ എക്സ്പ്ലനേഷൻ ഈ ഡയഗ്രത്തിൽ തന്നെ ഉണ്ട്. ഇതിൽ രണ്ടിലേതാ ചെറുത്? മെയിൽ ഗമീറ്റ്. ഇതിലേതാ മോട്ടൈൽ? മെയിൽ ഗമീറ്റ്. സോ ഊഗമി ഈസ് ദ ഫ്യൂഷൻ ബിറ്റ്വീൻ സ്മോൾ മോട്ടൈൽ മെയിൽ ഗമീറ്റ് വിത്ത് ലാർജ് നോൺ മോട്ടൈൽ ഫീമെയിൽ ഗമീറ്റ്. അതാണ് ഊഗമി. ആൻഡ് ദ ഊഗമി പ്രസന്റ് ഇൻ, ഇതിൽ ഒരു വ്യത്യാസമില്ല, എല്ലാ ടെക്സ്റ്റിലും കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ വോൾവോക്സ് ആൻഡ് ഫ്യൂക്കസ്. വോൾവോക്സിലും ഫ്യൂക്കസിലുമാണ് ഊഗമി നടക്കേണ്ടത്. അപ്പോ റിപ്രൊഡക്ഷൻ ഇൻ ആൽഗി എന്നുള്ളത് 3 ഡിഫറെന്റ് റിപ്രൊഡക്ഷൻ മെത്തേഡ് ആയിരുന്നു. വെജിറ്റേറ്റീവ് ത്രൂ ദ ഫ്രാഗ്മെന്റേഷൻ, asexual reproduction through the zoospore or a planospore, sexual reproduction through the fusion of gamete that may be either isogamy or anisogamy or oogamy. ഈ 3 മെത്തേഡ് ആയിരുന്നു. ആ 3 മെത്തേഡും ആ ഓരോ മെത്തേഡിലും എക്സിബിറ്റ് ചെയ്യുന്ന എക്സാമ്പിൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നിങ്ങൾക്ക് ആ സ്ക്രീൻ പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ ആ ലിസ്റ്റ് എഴുതിയെടുക്കാം. ആ പേജിലെ കണ്ടന്റ് കഴിഞ്ഞു. ഇനി നമ്മൾ പറയേണ്ടത് അതിന്റെ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ്. എന്താണ് ആൽഗയുടെ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ, ഒന്നാമത്തേത് പറയുന്നു it fix, ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് ആണ്. It fix more than half of total carbon dioxide. അതായത് ഗ്ലോബലി കാണപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ മജോറിറ്റിയും ഫിക്സ് ചെയ്യാൻ ആര് സഹായിക്കും? ആൽഗെ സഹായിക്കും. മെയിൻ ആയിട്ട് അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിലെ മെയിൻ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ആൽഗയാണ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്ത് ഫോട്ടോസിന്തസിസ് നടത്തി ഫുഡ് പ്രൊഡ്യൂസ് ചെയ്ത് ഓക്സിജൻ റിലീസ് ചെയ്യുന്ന ഓർഗാനിസം. അപ്പോൾ ഇറ്റ് ക്യാൻ ഫിക്സ് മോർ ദാൻ ഹാഫ് ഓഫ് ദ ടോട്ടൽ കാർബൺ ഡൈ ഓക്സൈഡ്. മെയിൻലി അക്വാട്ടിക് ഹാബിറ്റാറ്റിൽ ആൽഗെ മാത്രമാണെന്ന് നമുക്ക് തന്നെ പറയാം, അല്ലെങ്കിൽ ഡോമിനന്റ് എന്ന് പറയാം. ഇതാണ് മേജർ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് അക്വാട്ടിക്കിൽ. അപ്പൊ ഒന്നാമത്തേത് പറഞ്ഞു അതിന് കാർബണിനെ ഫിക്സ് ചെയ്യാനുള്ള എബിലിറ്റി. രണ്ടാമത്തേത് പറയുന്നു യൂസ്ഡ് ആസ് ഫുഡ്. ഒരുപാട് ആൽഗെ ഫുഡായി ഉപയോഗിക്കും. അപ്പൊ ഏതൊക്കെയാ ഫുഡായിട്ട് ഉപയോഗിക്കുന്ന ആൽഗെ എന്ന് ചോദിച്ചാൽ, ഒന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം സർഗാസം എന്ന് പറയുന്ന ആൽഗെ. സർഗാസം ഫുഡാണ്. അതേപോലെ തന്നെ പോർഫൈറ എന്ന് പറയുന്ന ആൽഗി ഫുഡായി ഉപയോഗിക്കും. ഓക്കെ, ലാമിനേറിയ എന്ന് പറയുന്ന ആൽഗി ഫുഡായി ഉപയോഗിക്കും. അപ്പൊ സർഗാസവും പോർഫൈറയും ലാമിനേറിയയും ഒക്കെ ഫുഡായി ഉപയോഗിക്കുന്ന ആൽഗിയാണ്. ഓക്കെ, ഇനി മൂന്നാമത്തേതിലേക്ക് വരുന്നു യൂസ്ഡ് ആസ് SCP.
SCP ആയിട്ട് ഉപയോഗിക്കും. എന്താ SCP എന്ന് സ്ട്രാറ്റജീസിൽ നമ്മൾ പഠിക്കുന്നതാണ് സിംഗിൾ സെൽ പ്രോട്ടീൻ, അതായത് മൈക്രോ ഓർഗാനിസം ദാറ്റ് ക്യാൻ പ്രൊവൈഡ് ഹൈ കലോറിഫിക് വാല്യൂ. അങ്ങനെ ഹൈ കലോറിഫിക് വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലോറല്ല പോലെയുള്ള ആൽഗി SCP ആയി ഉപയോഗിക്കും. ക്ലോറല്ല ക്ലിയർ. മൂന്നാമത്തെ ഇമ്പോർട്ടൻസ് ആണ്. നാലാമത്തെ ഇമ്പോർട്ടൻസ് ആണ് ഇറ്റ് പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ഹൈഡ്രോകൊളോയിഡ്. ആൽഗിയിൽ ഒരുപാട് ഹൈഡ്രോകൊളോയിഡ്സ് ഉണ്ട്. അപ്പോ ആൽഗയിൽ ഒരുപാട് ഹൈഡ്രോകൊളോയിഡ് ഉണ്ട്. അപ്പൊ ആൽഗയിൽ നിന്ന് നമ്മൾ ഈ ഹൈഡ്രോകൊളോയിഡ് എടുക്കും. നമുക്ക് ആ ഹൈഡ്രോകൊളോയിഡ് ആവശ്യമാണ്. എന്താ ഈ ഹൈഡ്രോകൊളോയിഡ് എന്ന് പറഞ്ഞാൽ? ദീസ് ആർ ദ വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസ്. വാട്ടറിനെ ഹോൾഡ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് ഹൈഡ്രോകൊളോയിഡ് എന്ന് പറഞ്ഞത്. വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസ്, അതായത് വാട്ടർ ഹോൾഡ് ചെയ്ത് നിൽക്കും. ഇപ്പൊ ജെല്ല് പോലെ, ഇപ്പൊ ചില പൗഡർ നമ്മൾ വെള്ളത്തിലിട്ടാൽ അത് ജെല്ല് പോലെയോ, അതാണ് വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസുകൾ. അതിനെയാണ് ഹൈഡ്രോകൊളോയിഡ് എന്ന് പറഞ്ഞത്. അതിന് ഒരുപാട് ഹൈഡ്രോകൊളോയിഡ് നമ്മൾ ആൽഗയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ആ ഹൈഡ്രോകൊളോയിഡ് എന്നുള്ളതിലേക്ക് വന്നു. ഹൈഡ്രോകൊളോയിഡ് എന്താണെന്ന് പറഞ്ഞു. ആ ഹൈഡ്രോകൊളോയിഡിൽ വരുന്ന ഒന്നാമത്തെ എക്സാമ്പിൾ ആണ് ആൽജിൻ എന്ന് പറയും. ഈ ആൽജിൻ കിട്ടുക ബ്രൗൺ ആൽഗയിൽ നിന്നാണ്. ആൽജിൻ ഫ്രം ബ്രൗൺ ആൽഗി. രണ്ടാമത്തെ ഹൈഡ്രോകൊളോയിഡ് എന്ന് പറയുന്നത് കാരാജീൻ എന്ന് പറയും. The second hydrocolloid is called carrageen, that is from red algae. Carrageen red algae നിന്നാണ്. മൂന്നാമത്തെ ഹൈഡ്രോകൊളോയിഡിന്റെ പ്രത്യേകതയാണ് അഗാർ. അഗാർ എന്ന് പറയും. That is also from red algae. ആൽജിനും കാരാജീനും അഗാറും ഒക്കെ ഹൈഡ്രോകൊളോയിഡുകളാണ്. അതിൽ ആൽജിൻ ബ്രൗൺ ആൽഗിയിൽ നിന്നും കാരാജീനും അഗാറും റെഡ് ആൽഗിയിൽ നിന്നുമാണ്. ഇവിടെ ഈ അഗാർ എന്ന് പറയുന്നത് രണ്ട് റെഡ് ആൽഗിയിൽ നിന്നാണ്. മെയിൻലി ഫ്രം ജെലിഡിയം ആൻഡ് ഗ്രാസിലേറിയ. ജെലിഡിയം എന്നും ഗ്രാസിലേറിയ എന്നും പറയുന്ന രണ്ട് റെഡ് ആൽഗിയിൽ നിന്നാണ് അഗാർ കിട്ടുന്നത്. ഓക്കെ. ഇനി ഈ ഹൈഡ്രോകൊളോയിഡുകളുടെ പർപ്പസ് എന്താണ്? ഇത് എന്തിനാ ഉപയോഗിക്കുക? ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് ഐസ്ക്രീം. ഐസ്ക്രീമിന്റെ പ്രിപ്പറേഷൻ ഉപയോഗിക്കും, ജെല്ലീസിന്റെ പ്രിപ്പറേഷൻ ഉപയോഗിക്കും, എക്സെട്ര. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് ഐസ്ക്രീം, ജെല്ലീസ്, എക്സെട്ര. ഐസ്ക്രീമിന്റെയും ജെല്ലിയുടെയും ഒക്കെ പ്രിപ്പറേഷൻ ഉപയോഗിക്കുന്നത് ഈ ഹൈഡ്രോകൊളോയിഡുകളാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ? ഇക്കണോമിക് ഇമ്പോർട്ടൻസ്. ആൽഗെ എന്ന് പറയുന്ന കാറ്റഗറിയുടെ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് പറഞ്ഞു. It fixes more than half of the total carbon dioxide. It used as food, it used as SCP, and it produced or it used it for the production of several hydrocolloids. Clear? അപ്പോൾ അതിന്റെ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് പറയേണ്ടത് അതിന്റെ ഒരു മേജർ ടൈറ്റിൽ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽഗെ. സോ ഞാൻ ടൈറ്റിൽ എഴുതിയിട്ടുണ്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽഗെ. ആൽഗയുടെ ക്ലാസിഫിക്കേഷൻ നോക്കിയാൽ ആൽഗയിലെ 3 ക്ലാസ്സസ് ആണുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് ആ ക്ലാസ്സസ് ഞാൻ ആദ്യം ലിസ്റ്റ് ചെയ്യുന്നു. ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽഗയിൽ ക്ലാസ് നമ്പർ 1 is called ക്ലോറോഫൈസി. ഒന്നാമത്തെ ക്ലാസ് ക്ലോറോഫൈസി എന്ന് പറയും. ക്ലാസ് നമ്പർ 2 is the ഫയോഫൈസി. And the class number 3 is the rhodophysi. ഇങ്ങനെ 3 ക്ലാസ് ആണ്. സോ ക്ലാസിഫിക്കേഷൻ ലിസ്റ്റ് നോക്കിയാൽ the algae classified, the division algae classified into 3 classes that are chlorophysi, phaeophysi, rhodophysi. എന്തിന്റെ പേരിലാണ് ഈ ക്ലാസിഫിക്കേഷൻ ചോദിച്ചാൽ മെയിൻലി ഓൺ ദ ബേസിസ് ഓഫ് പിഗ്മെന്റ് അല്ലെങ്കിൽ കളർ. ആൽഗയിൽ കാണുന്ന കളറിന്റെ ബേസിലാണ് ഈ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ക്ലാസ്സസ് പറഞ്ഞു. ഇതാണ് ആ ക്ലാസ്സസ്. ഓക്കെ. ഇനി നമ്മളതിലെ കോമൺ നെയിം പറയുന്നു. കോമൺ നെയിം. അപ്പൊ ക്ലാസിഫിക്കേഷൻ പറഞ്ഞതിന് ശേഷം ഓരോന്നിനെയും കോമൺ നെയിം ഇതൊക്കെ അറിയാവുന്നതാണ്. The chlorophysi, otherwise called green algae. Chlorophysi നമ്മൾ green algae എന്ന് പറയും. Phaeophysi, otherwise called brown algae, and the rhodophysi, otherwise called red algae. Rhodophysi നമ്മൾ red algae എന്ന് പറയും. അപ്പൊ രണ്ടാമത്തെ പോയിന്റ്. ആദ്യം ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, അതിൽ ഓരോ ക്ലാസിന്റെയും കോമൺ നെയിം പറഞ്ഞു. ഇനി മൂന്നാമത്തേത് ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് ആണ്. ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ്. ഇതിൽ ഏതൊക്കെയാ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് എന്ന് ചോദിച്ചാൽ എല്ലാ ആൽഗയിലും ക്ലോറോഫിൽ എ പ്രസന്റ് ആണ്. ഇവിടെയും ക്ലോറോഫിൽ എ പ്രസന്റ് ആണ്,
ഇവിടെയും ക്ലോറോഫിൽ എ പ്രസന്റ് ആണ്. 3 ക്ലാസ്സിലും ക്ലോറോഫിൽ എ കോമൺ ആണ്. ഈ ക്ലോറോഫിൽ എ കൂടാതെ ഇവിടെ കാണുന്ന പിഗ്മെന്റ് ക്ലോറോഫിൽ ബി, ഇവിടെയാണെങ്കിൽ ക്ലോറോഫിൽ സി, ഇതിലാണെങ്കിൽ ക്ലോറോഫിൽ ഡി. സോ എ ബി സി ഡി അതിന്റെ ഓർഡറിൽ ഓർത്ത് വെച്ചാൽ തന്നെ എ ഈസ് കോമൺ, ബി ഇൻ ഗ്രീൻ ആൽഗി, സി ഇൻ ബ്രൗൺ ആൽഗി ആൻഡ് ഡി ഇൻ റെഡ് ആൽഗി. ഇതാണ് ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്. ഓക്കെ, ഇനി അഡീഷണൽ പിഗ്മെന്റ് ആണ്. അഡീഷണലി കാണുന്ന പിഗ്മെന്റുകൾ ഏതാണ്? അഡീഷണൽ പിഗ്മെന്റ്സ്. അഡീഷണൽ പിഗ്മെന്റ് ഏതാണെന്ന് ശരിക്കും ഇവിടെ ക്ലോറോഫൈസെ നമ്മൾ പറയുന്നുണ്ട്. ക്ലോറോഫൈസയ്ക്ക് ക്ലോറോഫിൽ എയും ബിയും ഉണ്ട്. ഈ ക്ലോറോഫിൽ എയും ബിയും കാണപ്പെട്ടാൽ ആൽഗയുടെ കളർ എന്തായിരിക്കും? ഗ്രീൻ ആയിരിക്കും. അപ്പൊ അഡീഷണൽ പിഗ്മെന്റ് ഇവിടെ നീൽ. ഇവിടെ അഡീഷണൽ പിഗ്മെന്റ് ഇല്ല. ഏതാ? ഫെയോഫൈസെ നോക്കുക, ബ്രൗൺ ആൽഗി. ക്ലോറോഫിൽ എയും പ്രസന്റ് ആണ്, ക്ലോറോഫിൽ സിയും പ്രസന്റ് ആണ്. അപ്പൊ ഏത് കളറിൽ കാണണമായിരുന്നു? ഗ്രീനിൽ കാണണം. ബട്ട് ഏത് കളറിൽ കാണുന്നു? ബ്രൗൺ കളറിൽ കാണുന്നു. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു അഡീഷണൽ പിഗ്മെന്റ് ഉണ്ട്. അതിനെ നമ്മൾ ഫ്യൂക്കോ സാന്തിൻ എന്നാ പറയാ. ഫ്യൂക്കോ സാന്തിൻ. അപ്പൊ ഇവിടെ കാണുന്ന അഡീഷണൽ പിഗ്മെന്റ് ഫ്യൂക്കോ സാന്തിൻ ആണ്. ഈ ഫ്യൂക്കോ സാന്തിൻ കൂടാതെ ചിലപ്പോഴൊക്കെ ഇതിൽ എന്തുകൂടി കാണപ്പെടാം? കരോട്ടിനോയിഡ്. ഫ്യൂക്കോ സാന്തിൻ കൂടാതെ കരോട്ടിനോയിഡ് കാണപ്പെടാം, അല്ലെങ്കിൽ സാന്തോഫിൽ കാണപ്പെടാം, എക്സെട്ര. ഫ്യൂക്കോ സാന്തിൻ കൂടാതെ കരോട്ടിനോയിഡും സാന്തോഫിലും ഒക്കെ അഡീഷണലി കാണപ്പെടാം. റോഡോഫൈസയില് ക്ലോറോഫിൽ എയും ഡിയും ഉണ്ട്. ഗ്രീനിൽ കാണേണ്ടിയിരുന്നതാണ് റെഡിൽ കാണാൻ കാരണം ഇറ്റ് കണ്ടെയ്ൻ ദ പിഗ്മെന്റ് കോൾഡ് റോഡോഫൈസിയൻ ഫൈക്കോ എറിത്രിൻ. റോഡോഫൈസിൻ ഫൈക്കോ എറിത്രിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ്. അപ്പൊ റോഡോഫൈസിൻ ഫൈക്കോ എറിത്രിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ഉള്ളത് കൊണ്ട് അത് റെഡ് കളറിൽ കാണിക്കും. അപ്പൊ എന്തൊക്കെ പറഞ്ഞു നോക്കാം. ഒന്നാമത്തേത് ക്ലാസ് ഏതാണെന്ന് പറഞ്ഞു, രണ്ടാമത്തേത് അതിന്റെ കോമൺ നെയിം പറഞ്ഞു, മൂന്നാമത്തേത് ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് പറഞ്ഞു, നാലാമത്തേത് അതിന്റെ അക്സസറി അഡീഷണൽ പിഗ്മെന്റ് ഏതാണെന്ന് പറഞ്ഞു. ബോർഡിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത് റബ്ബ് ചെയ്തിട്ട് ബാക്കി എഴുതും. നിങ്ങൾക്കത് കോപ്പി ചെയ്തെടുക്കാം. 4 ഡിഫറെന്റ് കമ്പാരിസൺ അല്ലെങ്കിൽ 4 ബേസിസിൽ നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തിലേക്ക് വരാം. അടുത്തത് 5ാമത്തെ പോയിന്റിലേക്ക് വരുന്നു. ഇപ്പോ 4 പോയിന്റ് വരെ നമ്മൾ പറഞ്ഞു. ഇനി 5ാമത്തെ പോയിന്റ് ആണ് പറയുന്നത്. 5ാമത്തെ പോയിന്റ് ഇവിടുത്തെ സ്റ്റോർഡ് ഫുഡ്. എന്താണ് ഇവിടുത്തെ സ്റ്റോർഡ് ഫുഡ് എന്നുള്ളത്? അപ്പൊ ഇവിടെ സ്റ്റോർഡ് ഫുഡ് എന്നുള്ളതാണ് 5ാമത്തെ പോയിന്റ്. അപ്പൊ ഓരോന്നിലുമുള്ള സ്റ്റോർഡ് ഫുഡ്. ഇപ്പൊ ക്ലോറോഫൈസയിൽ ഉണ്ടായിരുന്ന സ്റ്റോർഡ് ഫുഡ് ഏതാ? ഇത് കണ്ടെയ്ൻ സ്റ്റാർച്ച്. ക്ലോറോഫൈസയിൽ സ്റ്റാർച്ച് ആണ്. ഫെയോഫൈസയിലേക്ക് വരുമ്പോ അത് സ്റ്റാർച്ച് അല്ല, ഷുഗർ ആണ്, ലാമിനാരിൻ. ലാമിനാരിൻ അതേപോലെ മാനിറ്റോൾ. ലാമിനാരിനും മാനിറ്റോളും പോലുള്ള ഷുഗർ ആണ് ബ്രൗൺ ആൽഗയിൽ കാണുക. റെഡ് ആൽഗയിൽ കാണുക സ്റ്റാർച്ച് ആണ്. എങ്ങനെയുള്ള സ്റ്റാർച്ച്? ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് എന്നാ പറയുക. ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ഓക്കെ, ഇത് 2 കമ്പോണന്റ് ആണ്. ഇതൊന്നാണ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് എന്ന് പറയുന്നത്. മറ്റേത് ലാമിനാരിൻ ആൻഡ് മാനിറ്റോൾ. ഇതാണ് സ്റ്റോർഡ് ഫുഡ്. ഇതിന്റെ അഡീഷണലി നമ്മൾ ചേർക്കുന്നത് ഈ സ്റ്റോർഡ് ഫുഡ് ഇവിടെ മെയിൻ ആയിട്ട് സ്റ്റാർച്ച് ആണ്. ഇത് കൂടാതെ ഗ്രീൻ ആൽഗയിൽ എന്തും ഉണ്ടാവാം. ഇത് കണ്ടെയ്ൻ പൈറിനോയിഡ്സ്, ഓയിൽ ഡ്രോപ്ലെറ്റ്സ് എക്സെട്ര. ഓയിൽ ഡ്രോപ്ലെറ്റ്സ് എക്സെട്ര. അതായത് സ്റ്റാർച്ച് കൂടാതെ ഓയിൽ ഡ്രോപ്ലെറ്റും പൈറിനോയിഡും ഒക്കെ എവിടെ ഉണ്ടാവാം? ഗ്രീൻ ആൽഗയിൽ ഉണ്ടാവാം. അപ്പൊ അതില് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. എന്താ ഈ ഓയിൽ ഡ്രോപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഓയിൽ സ്റ്റോർഡ് ബോഡി എന്നാണ്. ഓയിൽ അല്ലെങ്കിൽ ഓയിൽ ഡ്രോപ്ലെറ്റ് അല്ലെങ്കിൽ ഓയിൽ കണ്ടന്റ് കാണുന്ന സ്റ്റോർഡ് ബോഡിയാണ്. എന്നാൽ പൈറിനോയിഡ് എന്താണെന്ന് ചോദിച്ചാൽ, പൈറിനോയിഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോട്ടീൻ ബോഡി. പൈറിനോയിഡ് പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ ബോഡി സറൗണ്ടഡ് ബൈ സ്റ്റാർച്ച്. സറൗണ്ടഡ് ബൈ സ്റ്റാർച്ച്. അതായത് സ്റ്റാർച്ച് കൊണ്ട് സറൗണ്ട് ചെയ്യപ്പെട്ട പ്രോട്ടീൻ ബോഡിയാണ് പൈറിനോയിഡ് എന്ന് വിളിച്ചത്. അപ്പൊ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. സ്റ്റാർച്ചും പൈറിനോയിഡും ഡ്രോപ്ലെറ്റും ഒക്കെയാണ്, ഓയിൽ ഡ്രോപ്ലെറ്റും ഒക്കെയാണ് ഗ്രീൻ ആൽഗയിൽ. ഇവിടെ ഈ 2 ഷുഗർ ആണ്. ഇവിടെ റെഡ് ആൽഗയിലേക്ക് വരുമ്പോൾ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആണെന്ന് പറയുന്നത്. ഈ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സ്ട്രക്ചറലി സിമിലർ. ഇറ്റ് ഈസ് സ്ട്രക്ചറലി സിമിലർ ടു എന്തിനോടൊക്കെ? അമൈലോപെക്റ്റിൻ. സ്ട്രക്ചറലി സിമിലർ ടു അമൈലോപെക്റ്റിൻ ആൻഡ് ഗ്ലൈക്കോജൻ. അമൈലോപെക്റ്റിനോടും ഗ്ലൈക്കോജനോടും സ്ട്രക്ചറലി സിമിലർ ആണ്. ഓക്കെ, കൺഫ്യൂസ് ആവണ്ട, ഞാൻ സെപ്പറേറ്റ് ചെയ്തു.
ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സ്ട്രക്ചറലി സിമിലർ ടു, ഞാനിവിടെ റൗണ്ട് ചെയ്തിട്ടുണ്ട്, സ്ട്രക്ചറലി സിമിലർ ടു അമൈലോപെക്റ്റിൻ ആൻഡ് ഗ്ലൈക്കോജൻ. മറ്റേത് പറഞ്ഞിരിക്കുന്നത് പൈരനോഡിന്റെ ഡീറ്റെയിൽ ആണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. തമ്മിൽ കൺഫ്യൂസ് ആവേണ്ട, രണ്ടും രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോ സ്റ്റോർഡ് ഫുഡ് കഴിഞ്ഞു. ഇനി പറയേണ്ടത് സ്റ്റോർഡ് ഫുഡ് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടത് സെൽ വാൾ ആണ്. സ്റ്റോർഡ് ഫുഡ് കഴിഞ്ഞു. ആറാമത്തെ പോയിന്റിൽ നമ്മൾ അതിന്റെ സെൽ വാൾ പറയും. ഈ സെൽ വാളിന്റെ പ്രത്യേകത, എല്ലാ പ്ലാന്റിലും അല്ലെങ്കിൽ എല്ലാ ആൽഗയിലും സെൽ വാൾ ഈസ് സെല്ലുലോസിക്. സെൽ വാള് സെല്ലുലോസിക് ആണ്. ഇവിടെയും സെല്ലുലോസിക്, ഇവിടെയും സെല്ലുലോസിക്, എല്ലായിടത്തും സെല്ലുലോസിക് ആണ്. ഇവിടെ എല്ലാം ഒരു പ്രത്യേകതയുണ്ട്. ഈ സെല്ലുലോസിക് വോൾ എക്സ്റ്റേണലി ഡെപ്പോസിറ്റഡ് ഓർ കവേർഡ് ബൈ. ഇവിടെ സെല്ലുലോസിന്റെ വെളിയിൽ, സെല്ലുലോസിക് സെൽ വോൾ ആണ് പ്രൈമറി, എക്സ്റ്റേണലി ഡെപ്പോസിറ്റഡ് ബൈ പെക്റ്റിൻ. ഇവിടെ എക്സ്റ്റേണലി പെക്റ്റിൻ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കും. അതായത് പ്രൈമറി സെൽ വോളിന്റെ വെളിയിൽ പെക്റ്റിന്റെ ഡെപ്പോസിഷൻ ഉണ്ടാവും. ബ്രൗൺ ആൽഗയിലേക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് എക്സ്റ്റേണലി ഡെപ്പോസിറ്റഡ് ബൈ സെല്ലുലോസിക് പോലെ, അല്ലെങ്കിൽ ഫസ്റ്റ് കേസ് പറഞ്ഞ പോലെ തന്നെ സെല്ലുലോസിക് സെൽ വോൾ എക്സ്റ്റേണലി ഡെപ്പോസിറ്റഡ് ബൈ പെക്റ്റിൻ ആണ് ഗ്രീൻ ആൽഗയിലെങ്കിൽ, ഇവിടെ എക്സ്റ്റേണലി ഡെപ്പോസിറ്റഡ് ബൈ ആൽജിൻ. അതുകൊണ്ടാണ് നമ്മൾ ഇക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ഫീച്ചറിൽ പറയും ആൽജിൻ എന്ന് പറയുന്നത് ബ്രൗൺ ആൽഗയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ്. അത് അതിന്റെ സെൽ വോളിലാണുള്ളത്. റോഡോഫൈസിലേക്ക് വരുമ്പോൾ ഇതുപോലെ തന്നെ സെല്ലുലോസിക് സെൽ വോൾ എക്സ്റ്റേണലി ഡെപ്പോസിറ്റഡ് ബൈ, ഇവിടെ പെക്റ്റിൻ ആൻഡ് പോളിസൾഫേറ്റ് എസ്റ്റർ, പെക്റ്റിനും പോളിസൾഫേറ്റ് എസ്റ്റേഴ്സുമാണ് സെൽ വോളിന്റെ വെളിയിൽ ഉണ്ടാവുക. അപ്പൊ സെൽ വോളിന്റെ ഡീറ്റെയിൽ കഴിഞ്ഞു. പ്രൈമറി സെൽ വോൾ എന്ന് പറയുന്നത് എല്ലാം സെല്ലുലോസിക് ആണ്. ആൻഡ് സെല്ലുലോസിക് സെൽ വോൾ എക്സ്റ്റേണലി കവേർഡ് ബൈ, അതിന് വെളിയിൽ എന്തുണ്ടാവും? പെക്റ്റിൻ ഉണ്ടാവും, ഇവിടെ ആൽജിൻ ഉണ്ടാവും, ഇവിടെ പോളിസൾഫേറ്റ് എസ്റ്റർ ആണ്. സോ ആറാമത്തെ പോയിന്റ് പറഞ്ഞു. ഇനി ഏഴാമത്തെ പോയിന്റിലേക്ക് വരുന്നു. ഏഴാമത്തേത് ഫ്ലജല്ലമാണ്. ഫ്ലജല്ലത്തിന്റെ ഡീറ്റെയിൽ. ഈ ക്ലോറോഫൈസിലെ പ്രത്യേകത, നമ്മളിപ്പോ ഒരു സെല്ല് നോക്കിയാൽ ഇറ്റ് കണ്ടെയ്ൻ 2 to 8 ഫ്ലജല്ലം. ഒരുപാട് ഫ്ലജല്ലം ഉണ്ടാവും. അതായത് ഫ്ലജല്ലത്തിന്റെ നമ്പർ ആദ്യം പറയുന്നു 2 to 8. പിന്നീട് നമ്മൾ അതിന്റെ പൊസിഷൻ പറയുന്നു എപ്പിക്കൽ. പിന്നീട് അതിന്റെ ലെങ്ത് പറയുന്നു ഈക്വൽ. ഇതാണ് ഗ്രീൻ ആൽഗയുടെ പ്രത്യേകത. ഗ്രീൻ ആൽഗയില് ഫ്ലജല്ലത്തിന്റെ നമ്പർ 2 മുതൽ 8 വരെ കാണപ്പെടാം. എപ്പിക്കലാണ്. എല്ലാ ഫ്ലജലും ടിപ്പിലാണ്. ആൻഡ് എല്ലാത്തിനും ഒരേ ലെങ്തുമാണ്, ഈക്വൽ ആണ്. എന്നാൽ ബ്രൗൺ ആൽഗയിലേക്ക് വരുമ്പോൾ ഇതിലൊരു ചെറിയ വ്യത്യാസം ഉണ്ടാവും. ബ്രൗൺ ആൽഗയിൽ 2 to 8 അല്ല 2, അപ്പിക്കൽ അല്ല ലാറ്ററൽ, ഈക്വൽ അല്ല അൺഈക്വൽ. വ്യത്യാസം നോക്കാം. ഇവിടെ 2 മുതൽ 8 വരെയാണെങ്കിൽ ഇവിടെ 2 ഉള്ളൂ. എപ്പിക്കൽ അല്ല, ലാറ്ററൽ ആണ്, ഈക്വൽ അല്ല അൺഈക്വൽ ആണ്. ഇവിടെയല്ല ഫ്ലജലം കാണുന്നത്, സൈഡിലാണ് കാണുക. ആ 2 ഫ്ലജലവും നോക്കുക. ലാറ്ററൽ സൈഡിലാണ് കാണുക, 2 എണ്ണമേ ഉള്ളൂ. അൺഈക്വൽ ആണ്, ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണ്. റെഡ് ആൽഗയിലേക്ക് വരുമ്പോൾ ആ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഫ്ലജല്ലം ഈസ് കംപ്ലീറ്റ്ലി ആബ്സെന്റ്. റെഡ് ആൽഗയിൽ ഫ്ലജല്ലം ആബ്സെന്റ് ആണ്. അപ്പൊ ക്ലാസസിന്റെ കാര്യത്തിൽ വന്നപ്പോ ഫ്ലജല്ലം എത്തിയപ്പോ നമ്മൾ അതിന്റെ കമ്പാരിസൺ പറഞ്ഞു. ഒരു സെല്ലിന്റെ ഫ്ലജല്ലത്തിന്റെ നമ്പർ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ നോക്കിയാൽ, അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ചാൽ നമുക്കത് ഏത് കാറ്റഗറി ആണെന്ന് പറയാനും പറ്റും. അതാണ് കമ്പാരിസൺ. ഇപ്പൊ നമ്മൾ എത്ര ഫീച്ചർ പറഞ്ഞു നോക്കാം? 7 ഫീച്ചർ പറഞ്ഞു. ഫ്ലജല്ലം വരെ എത്തി. അപ്പൊ ഇത് നിങ്ങൾക്ക് സ്ക്രീൻ പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കാം. 7 ഫീച്ചറായി. ഇനി എട്ടാമത്തെ അടുത്ത പോയിന്റിലേക്ക് വരുന്നു. ഇവിടെ നമ്മൾ പറയുക ഇതിന്റെ ഹാബിറ്റാറ്റ് ആണ്. എവിടെ കാണുന്നു എന്നുള്ളതാണ് ഹാബിറ്റാറ്റ്. സോ ഇതില് കോമൺ ഇൻ ഫ്രഷ് വാട്ടർ, ഗ്രീൻ ആൽഗെ കോമൺ ആയിട്ട് ഫ്രഷ് വാട്ടറിൽ കാണപ്പെടും. ആൻഡ് റയർ ഇൻ മറൈൻ കണ്ടീഷൻ, സോൾട്ട് വാട്ടറിൽ റയർ ആണ്. എന്നാൽ ബ്രൗൺ ആൽഗയിലേക്ക് വരുമ്പോ കോമൺ ഇൻ മറൈൻ കണ്ടീഷൻ, റയർ ഇൻ ഫ്രഷ് വാട്ടർ. റെഡ് ആൽഗയും അതുപോലെ തന്നെയാണ്, കോമൺ ഇൻ മറൈൻ കണ്ടീഷൻ ആൻഡ് റയർ ഇൻ ഫ്രഷ് വാട്ടർ. ഓക്കെ, അപ്പോ ഗ്രീൻ ആൽഗെ മാത്രമാണ് ഫ്രഷ് വാട്ടറിൽ കോമൺ ആയിട്ട് കാണുക. ബാക്കി രണ്ടും മറൈൻ കണ്ടീഷനിലാണ് കോമൺ ആയിട്ട് ഉണ്ടാവുക. ഇതാണ്
8ാമത്തെ പോയിന്റ്. ഓക്കെ, അപ്പൊ ഹാബിറ്റ് ആയിട്ട് പറഞ്ഞു. ഇനി 9ാമത്തെ പോയിന്റ് അതിന്റെ അഡീഷണൽ ഫീച്ചേഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യാത്ത മറ്റു കാറ്റഗറിയിലേക്ക് വരും. ഇപ്പൊ ഈ ഗ്രീൻ ആൽഗയിൽ അല്ലെങ്കിൽ ക്ലോറോഫൈസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പ്രത്യേകിച്ച് അഡീഷണലി നമുക്കൊന്നും പറയേണ്ടതില്ല, കാരണം എല്ലാ കാര്യങ്ങളും നമ്മളവിടെ പറഞ്ഞു. ബ്രൗൺ ആൽഗയിൽ പറയുമ്പോൾ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇറ്റ്സ് പ്ലാൻ ബോഡി. ഇറ്റ്സ് പ്ലാൻ ബോഡി ഈസ് ഡിഫറൻഷിയേറ്റഡ്. ഇതിന്റെ പ്ലാൻ ബോഡി ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് പറയുന്നു. ഇൻ ടു റൂട്ട് ലൈക്ക് ഹോൾഡ് ഫാസ്റ്റ്. ബ്രൗൺ ആൽഗയിൽ ദ പ്ലാൻ ബോഡി ഈസ് ഡിഫറൻഷിയേറ്റഡ്. ബ്രൗൺ ആൽഗയിൽ പ്ലാൻ ബോഡി സ്ലൈറ്റ്ലി ചെറിയ ഡിഫറൻഷിയേഷൻ നടന്നിട്ടുണ്ട്. ആൻഡ് പ്ലാൻ ബോഡി ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു റൂട്ട് ലൈക്ക് ഹോൾഡ് ഫാസ്റ്റ്, അതേപോലെ സ്റ്റെം ലൈക്ക് സ്റ്റൈപ്പ് ആൻഡ് ദ ലാമിന ലീഫ് പോലെ കാണപ്പെടുന്ന ഫ്രോണ്ട്. ഇങ്ങനെ 3 പാർട്ടാണ്. ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയുന്ന റൂട്ടിലേക്ക് സ്ട്രക്ചർ, സ്റ്റൈപ്പ് എന്ന് പറയുന്ന സ്റ്റെമിലേക്ക് സ്ട്രക്ചർ, ഫ്രോണ്ട് എന്ന് പറയുന്ന ലാമിന. ഇങ്ങനെ പ്ലാൻ ബോഡിയിൽ ഡിഫറൻഷിയേഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ ഡയഗ്രത്തിലേക്ക് വരാം. ഇവിടെ നമ്മൾ പ്ലാൻ ബോഡി എടുത്ത് നോക്കിയാൽ ഇങ്ങനെയാണ് ഇപ്പൊ ബ്രൗൺ ആൽഗെ കാണുന്നതെന്ന് കരുതുക. ഓക്കെ, സോ ഈ പോർഷൻ റൂട്ട് പോലെ, അതായത് സബ്സ്ട്രേറ്റത്തിൽ എന്തിനാണോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആ അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്ന റൂട്ട് പോലുള്ള സ്ട്രക്ചറിനെയാണ് എന്ത് പേര് വിളിച്ചത്? ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, ആൻഡ് ദ സ്റ്റെം, ഈ കാണുന്ന സ്റ്റെം പോലെയുള്ളതാണ് എന്ത്? സ്റ്റൈപ്പ്. ആൻഡ് ദ ലാമിന ഈസ് കോൾഡ് ഫ്രോണ്ട്. ആ ലാമിനയെ നമ്മൾ ഫ്രോണ്ട് എന്ന് പറയും. ക്ലിയർ? ഇതാണ് ബോഡിയുടെ പ്രത്യേകത. ഇനി ഈ ഫ്രോണ്ട് നമുക്ക് നോക്കിയാൽ കാണാം, ദ ഫ്രോണ്ട് കണ്ടെയ്ൻ മിഡ്രിബ്. ഈ ഫ്രോണ്ടില് ചിലപ്പോൾ എന്ത് പ്രസന്റ് ആയിരിക്കും? നമുക്ക് മിഡ്രിബ് കാണാൻ പറ്റും. അതേപോലെ ഇവിടെ ഓയിൽ ഡ്രോപ്ലെറ്റ്, വാക്യൂള് ഒക്കെ ഉണ്ടാവും. വാക്യൂൾ ഉണ്ടാവും, എക്സെട്ര. ഇതൊക്കെ എവിടെയാണ് ഉണ്ടാവുക? ആ ബോഡിയിലാണ്. അപ്പൊ 9ാമത്തെ പോയിന്റില് ബ്രൗൺ ആൽഗയുടെ ഡീറ്റെയിൽ ആണ് പറഞ്ഞത്. ഗ്രീൻ ആൽഗയുടെ പ്രത്യേകിച്ച് അഡീഷണൽ പോയിന്റ് ഒന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ബ്രൗൺ ആൽഗയുടെ ബോഡി പറഞ്ഞു. റെഡ് ആൽഗയിലും ഇതുപോലെ ഹോൾഡ് ഫാസ്റ്റ് ഒക്കെ ഉണ്ടാവാം. ഇനി റെഡ് ആൽഗയിൽ അഡീഷണലി നമ്മൾ പറയാം, റെഡ് ആൽഗയുടെ പ്രത്യേകത ഇവിടെ കോംപ്ലക്സ് ബോഡി ഓർഗനൈസേഷൻ ആണ്. കോംപ്ലക്സ് ബോഡി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതുപോലെയൊക്കെ കുറച്ചുകൂടി ഡിഫറൻഷിയേറ്റഡ് ആയിട്ട് കാണും. ഇതാണ് ഒരു പ്രത്യേകത. രണ്ടാമത്തേത് കോംപ്ലക്സ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ് ആണ്. കോംപ്ലക്സ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്. ഇതൊക്കെയാണ് റെഡ് ആൽഗയുടെ പ്രത്യേകത. അപ്പൊ റോഡോഫൈസയിലും അഡീഷണൽ പോയിന്റ് പറഞ്ഞു കോംപ്ലക്സ് ബോഡിയാണ്. ബ്രൗൺ ആൽഗയിൽ പറഞ്ഞിരുന്നു അതിന്റെ ബോഡി കുറച്ചുകൂടി ഡിഫറൻഷിയേറ്റഡ് ആണ്. ഗ്രീൻ ആൽഗയിൽ അങ്ങനെ അഡീഷണൽ പോയിന്റ് ഒന്നുമില്ല. അപ്പൊ 9 പോയിന്റ്, 8-9 പോയിന്റുകൾ പറഞ്ഞു. ഇനി നമുക്ക് പറയേണ്ടത് ഓരോ കാറ്റഗറിയുടെയും എക്സാമ്പിൾ പറയണം, പിന്നെ അതിന്റെ റീപ്രൊഡക്ഷൻ പറയണം. അതിലേക്ക് വരാം. എക്സാമ്പിൾ. ഇനി ആ കാറ്റഗറിയുടെ എക്സാമ്പിളിലേക്ക് വരുന്നു. അതിൽ ഈ ക്ലോറോഫൈസി ഇനി പറയേണ്ടത് എക്സാമ്പിൾസ് ആണ്. ക്ലോറോഫൈസി എന്ന് പറയുന്നതിൽ വരുന്ന എക്സാമ്പിൾ ആണ് ഒന്നാമത്തേത് ക്ലാമിഡോമോണാസ്. ക്ലാമിഡോമോണാസ് ഒരു എക്സാമ്പിൾ ആണ്. അതേപോലെ വോൾവോക്സ് എന്ന് പറയുന്നത് മറ്റൊരു എക്സാമ്പിൾ. കാര എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ. യൂളോത്രിക്സ് ഓക്കെ ഒരു എക്സാമ്പിൾ ആണ്. ഇങ്ങനെയുള്ള ഒരുപാട് എക്സാമ്പിൾ എക്സെട്ര. ഇതൊക്കെയാണ് എക്സാമ്പിൾ. ആ എക്സാമ്പിൾ എല്ലാം കാണാതെ പഠിക്കണം. ക്ലാമിഡോമോണാസ്, വോൾവോക്സ്, കാര, യൂളോത്രിക്സ്, യൂഡോറിന, സ്പൈറോഗീറ, ഇങ്ങനെ കുറെ എക്സാമ്പിൾസ് ഉണ്ട്. ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന എല്ലാ എക്സാമ്പിളും കാണാതെ പഠിക്കുക. ഫെയോഫൈസി എന്ന് പറയുന്ന ബ്രൗൺ ആൽഗെ കാറ്റഗറിയിലെ എക്സാമ്പിൾ ആണ്. ഒന്ന് ഫ്യൂക്കസ്, രണ്ടാമത്തേത് സർഗാസം, മൂന്നാമത്തേത് ഡിക്റ്റിയോട്ട. ഓക്കെ, അതേപോലെ എക്ടോകാർപ്പസ്. 100 മീറ്റർ ഹൈറ്റ് വരെ പോകുമെന്ന് പറഞ്ഞ കെൽപ്പ്. ഇതൊക്കെയാണ് ബ്രൗൺ ആൽഗയുടെ എക്സാമ്പിൾ. എന്നാൽ റോഡോഫൈസിൽ ആകെ 4 എക്സാമ്പിൾ പഠിക്കാനുള്ളത്. എങ്ങനെയൊക്കെ നോക്കിയാലും ഏതൊക്കെയാ? ഒന്ന് പോളിസൈഫോണിയ, രണ്ടാമത്തേത് പോഫൈറ, മൂന്നാമത്തേത് ജെലിഡിയം, നാലാമത്തേത് ഗ്രാസിലേറിയ. ഓക്കെ, അതിൽ ഈ ജെലിഡിയവും ഗ്രാസിലേറിയയും നമ്മൾ പഠിച്ചിരുന്നു. ഫ്രം വിച്ച് അഗാർ എക്സ്ട്രാക്ട്. ജെലിഡിയത്തിൽ നിന്നും ഗ്രാസിലേറിയയിൽ നിന്നുമാണ് അഗാർ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. റെഡ് ആൽഗയിൽ ഈ 4 എക്സാമ്പിളുള്ളൂ. ഇവിടെ അതിൽ കൂടുതലുണ്ട്. ഓക്കെ, അതിലെ കോമൺ എക്സാമ്പിൾസ് മാത്രം ഞാൻ എഴുതിയെന്നുള്ളൂ.
അപ്പൊ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഈ എക്സാമ്പിൾ എല്ലാം കാണുന്നത് പഠിക്കാം. ഓക്കെ, ഒരു ടൈപ്പ് കൂടി കഴിഞ്ഞാൽ ആൽഗെ കഴിയും. അടുത്തത് പറയേണ്ടത് ആൽഗയുടെ റീപ്രൊഡക്ഷൻ ആണ്. ആൽഗയുടെ റീപ്രൊഡക്ഷൻ എന്നുള്ള ടൈപ്പിലേക്ക് വരുന്നു. റീപ്രൊഡക്ഷൻ ഇതുകൂടിയുള്ളൂ ഈ സെഷനിൽ. റീപ്രൊഡക്ഷന്റെ പ്രത്യേകത 3 രീതിയിലുള്ള റീപ്രൊഡക്ഷൻ ഉണ്ടാവും. ഒന്ന് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, രണ്ടാമത്തേത് asexual reproduction, and the third one is called sexual reproduction. ഇങ്ങനെ 3 ടൈപ്പ് റീപ്രൊഡക്ഷൻ ആണ്. വെജിറ്റേറ്റീവ്, asexual ആൻഡ് സെക്ഷുവൽ. അതിൽ ഈ ഗ്രീൻ ആൽഗിയിൽ ക്ലോറോഫൈസയിൽ നോക്കിയാൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെന്റേഷൻ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെന്റേഷൻ വഴി നടക്കും. asexual റീപ്രൊഡക്ഷൻ നടക്കുക സ്പോർ വഴിയാണ്. എങ്ങനെയുള്ള സ്പോർ? സൂസ്പോർ. സൂസ്പോർ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലജല്ലേറ്റഡ്. ഓക്കെ, അപ്പൊ asexual റീപ്രൊഡക്ഷൻ നടക്കേണ്ടത് സൂസ്പോർ വഴിയാണ്, അതായത് ഫ്ലജല്ലേറ്റഡ് സ്പോർ വഴിയാണ്. സൂസ്പൊറാഞ്ചിയം എന്ന് പറയുന്ന സ്ട്രക്ചറിൽ ഉണ്ടാവുന്ന സൂസ്പോർ വഴിയാണ്. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് നടക്കുക? സെക്ഷൽ റീപ്രൊഡക്ഷൻ ത്രൂ ഐസോഗമി, അനൈസോഗമി ഓർ ഊഗമി. ഇതിലേത് വേണമെങ്കിലും നടക്കാം. ഐസോഗമി വഴി നടക്കാം, അനൈസോഗമി വഴി നടക്കാം, ഊഗമി വഴി നടക്കാം. അതിന്റെ മുന്നിന്റെ എക്സ്പ്ലനേഷൻ ഓൾറെഡി ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞതാണ്. ഒരേപോലെ ഇരിക്കുന്ന 2 ഗമീറ്റ് ആണെങ്കിൽ ഐസോഗമി, ആ ഗമീറ്റുകൾ ഡിഫറെന്റ് ആണെങ്കിൽ അനൈസോഗമി. അതിൽ മെയിൽ ഗമീറ്റ് ചെറുതും ഫീമെയിൽ ഗമീറ്റ് വലുതുമാണെങ്കിൽ അതിനെ ഊഗമി എന്ന് പറയും. അതായത് മോട്ടിലിറ്റി കൂടി മെയിൽ ഗമീറ്റ് ചെറുതുമായിരിക്കണം, മൂവ് ചെയ്യുന്നതുമായിരിക്കണം. ഓക്കെ, ഇതാണ് ക്ലോറോഫൈസയിലെ പ്രത്യേകത. ഇനി രണ്ടാമത്തത് ഫയോഫൈസയിലേക്ക് നോക്കിയാൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെന്റേഷൻ തന്നെയാണ്, അതിൽ വ്യത്യാസമില്ല. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെന്റേഷൻ. asexual റീപ്രൊഡക്ഷൻ ബൈ സ്പോർ. asexual റീപ്രൊഡക്ഷൻ സ്പോർ ആണ്. അത് എങ്ങനെയുള്ള സ്പോർ ആണ്? സൂസ്പോർ തന്നെയാണ്. ബട്ട് എന്താ സൂസ്പോറിന്റെ പ്രത്യേകത? ഇറ്റ് ഈസ് ബൈഫ്ലജല്ലേറ്റഡ്. മറ്റേതുപോലെയല്ല, അതിൽ ഫ്ലജല്ലത്തിന്റെ നമ്പർ 2 to 8 ആണ്. ഇവിടെ ബൈഫ്ലജല്ലേറ്റഡ് സൂസ്പോർ ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇതുപോലെ തന്നെയാണ്. ഐസോഗമി ആവാം, ഓർ അനൈസോഗമി ഓർ ഊഗമി. ഇതിലേത് വേണമെങ്കിലും നടക്കാം. ഓക്കെ, ബ്രൗൺ ആൽഗി കഴിഞ്ഞു. ഇനി റെഡ് ആൽഗിയിലേക്ക് വരുന്നു. റെഡ് ആൽഗിയിലെ പ്രത്യേകത വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെന്റേഷൻ. എല്ലായിടത്തും വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെന്റേഷൻ തന്നെയാണ്. അപ്പൊ നോക്കുക, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനിൽ വ്യത്യാസമൊന്നുമില്ല, എല്ലാ ക്ലാസ്സിലും ഫ്രാഗ്മെന്റേഷൻ. ഇവിടെ asexual റീപ്രൊഡക്ഷൻ ബൈ സ്പോർ. സ്പോർ വഴിയാണ്. എങ്ങനെയുള്ള സ്പോർ? അപ്ലാനോസ്പോർ. എപ്ലാനോസ്പോർ എന്ന് പറഞ്ഞാൽ നോൺ ഫ്ലാജല്ലേറ്റഡ്. ഒരു വ്യത്യാസമായി. ബാക്കി രണ്ടും സൂസ്പോർ ആണ്, ഇത് എപ്ലാനോസ്പോർ ആണ്. സൂസ്പോറിൽ തന്നെ ഇവിടെ ബൈഫ്ലാജല്ലേറ്റഡ് ആണ്, ഇത് മൾട്ടി ഫ്ലാജല്ലേറ്റഡ് ആണ്. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷനിലേക്ക് വരുന്നു. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഐസോ അനൈസോ ഊഗമി ഇല്ല, മെയിൻലി ഊഗാമസ്. ഐസോഗമി ഇല്ല എന്നല്ല, മെയിൻലി ഊഗാമസ്. ഇതാണ് മെയിൻ. അപ്പൊ സെക്ഷൽ റീപ്രൊഡക്ഷൻ വൈസ് നോക്കിയാൽ ഊഗാമസ് ആണ് റെഡ് ആൽഗി. അപ്പൊ ഊഗാമസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇവോൾവ്ഡ് കാറ്റഗറിയാണ്. മെയിൽ ഗമീറ്റ് മോട്ടൈലും ഫീമെയിൽ ഗമീറ്റ് നോൺ മോട്ടൈലും ആയിരിക്കുന്ന കുറച്ചുകൂടി ഡെവലപ്ഡ് ആണ്. ഊഗമിയുമാണ്. ആൻഡ് ഇറ്റ് ഷോസ് കോംപ്ലക്സ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്. ഊഗമി നടത്തും, ഊഗമിക്ക് ശേഷം ഒരു സൈഗോട്ട് ഉണ്ടാവും, സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറും. അതിനെയാണ് നമ്മൾ പറഞ്ഞത് കോംപ്ലക്സ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്. കോംപ്ലക്സ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്. ആ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്, ഫെർട്ടിലൈസേഷന് ശേഷമുള്ള ഇവന്റുകൾ കുറച്ച് കോംപ്ലക്സ് ആയിരിക്കും, അതായത് കുറച്ച് ഡെവലപ്ഡ് ആയിരിക്കും. ഇതാണ് റെഡ് ആൽഗിയുടെ പ്രത്യേകത. ക്ലിയർ? അപ്പോ ഏകദേശം ടെക്സ്റ്റിൽ നമ്മൾ ആൽഗിയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നിങ്ങൾക്കത് കോപ്പി ചെയ്യാം. ശ്രദ്ധിക്കാം, ഇൻട്രൊഡക്ഷന് ശേഷം നമ്മൾ ആൽഗെ എന്ന് പറയുന്ന ഡിവിഷൻ പറഞ്ഞു. ആൽഗെ എന്ന് പറഞ്ഞ ഡിവിഷൻ പറഞ്ഞപ്പോൾ ആദ്യം നമ്മൾ ആൽഗയുടെ ഫീച്ചേഴ്സ് പറഞ്ഞു. പ്ലാന്റ് ബോഡി താലസ് ആണ്, മെയിൻലി അക്വാട്ടിക് ആണ്. ചില കേസുകളിൽ അത് അനിമലിന്റെ ബോഡിയിൽ കാണപ്പെടാം. അതേപോലെ അതിന്റെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്, ഏതൊക്കെ ടൈപ്പാണ് റീപ്രൊഡക്ഷൻ, ഇതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ക്ലാസിഫിക്കേഷനിലേക്ക് വന്നത്. ക്ലാസിഫിക്കേഷൻ വന്നപ്പോൾ 3 ക്ലാസ് പറഞ്ഞു. ആ 3 ക്ലാസിന്റെയും പിഗ്മെന്റ് ഏതൊക്കെയാണ്, കോമൺ നെയിം എന്താണ്, അക്സസറി പിഗ്മെന്റ് ഏതാണ്, റിസർവ് ഫുഡ് ഏതാണ്, സെൽവോളിന്റെ പ്രത്യേകത, ഫ്ലജല്ലം, ഹാബിറ്റാറ്റ്, എക്സാമ്പിൾ, റീപ്രൊഡക്ഷൻ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആൽഗെ എന്ന് പറയുന്ന ഡിവിഷൻ കഴിഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് അടുത്ത ടൈറ്റിലേക്ക് വരണം. അടുത്തത് ബ്രയോഫൈറ്റ് ആണ്.